السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, വളരെ പരിശുദ്ധമായ ഒരു മജ്ലിസിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പരിശുദ്ധമായ ദീനിനു വേണ്ടി ആത്മാവിനെ കയ്യിൽ പിടിച്ച് യുദ്ധക്കളത്തിലേക്ക് ചാടിയിറങ്ങിയ മഹാന്മാരായിരിക്കുന്ന ബദരീങ്ങൾ, അവരുടെ പേരുകൾ ഓരോന്നായി നമ്മൾ എണ്ണിപ്പറയുകയും അതിനിടയിലൊക്കെ പടച്ച തമ്പുരാനോട് അവരെ തവസ്സുലാക്കി ദുആ ചെയ്യുകയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനകളൊക്കെ സ്വീകരിച്ച് അവരുടെ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിലൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാവിധ രോഗങ്ങളും അല്ലാഹു ശിഫയാക്കി തരട്ടെ. മാതാപിതാക്കൾക്ക് ദീർഘായുസ്സുള്ള ആഫിയത്ത് നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടവരുടെ ബർസഖിയ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ജീവിതം നമുക്കൊക്കെ നൽകിയിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ് എന്ന് നമുക്കൊക്കെ അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിനെ സൃഷ്ടിച്ചത്, നരകത്തെ സൃഷ്ടിച്ചത്, സ്വർഗത്തെ സൃഷ്ടിച്ചത്, ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നരകവും സ്വർഗവും അല്ലാഹു സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ കണ്ടിട്ടില്ല, ഭൂമി മാത്രമാണ് നമ്മൾ കണ്ടത്. ഭൂമിയിലെ സൗകര്യങ്ങൾ കാണുമ്പോൾ ഇവിടെയുള്ള പർവ്വതങ്ങളും ഇവിടെയുള്ള പ്രകൃതി ഭംഗിയും ഇവിടെയുള്ള മനുഷ്യന്മാരും ജീവികളും, ഇങ്ങനെ അള്ളാഹു ഈ ഭൂമിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ കാണുമ്പോൾ ഇതാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ ലോകം എന്ന് നമ്മളാരും വിശ്വസിച്ചു പോകരുത്. ഇതിനേക്കാൾ കോടിക്കണക്കിന് അനുഗ്രഹങ്ങൾ അള്ളാഹു സംവിധാനിച്ചു വെച്ചിട്ടുള്ള സ്വർഗം ഉണ്ട്. അതുകൊണ്ട് ഈ ദുനിയാവിൻ്റെ സൗകര്യങ്ങളും ഇവിടുത്തെ രസങ്ങളും അനുഭൂതികളും കാണുമ്പോൾ പടച്ച തമ്പുരാൻ എന്തോ ഒരു നിഅമത്തുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നതിനേക്കാൾ വലുതൊന്നുമില്ല എന്ന് നമ്മൾ കാണണ്ട. പല നാടുകളിലേക്കും നമ്മൾ ടൂർ പോകാറുണ്ട്, അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ. ഇതിനേക്കാൾ ഇവിടെയും ഇല്ല നമ്മൾ വിശ്വസിക്കണ്ട. അതിനേക്കാൾ എത്രയോ വലിയ കോടാന് കോടി ഇരട്ടി നിഅമത്തുകളും സുഖങ്ങളും സൗകര്യങ്ങളും സംവിധാനങ്ങളും പടച്ച തമ്പുരാൻ സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മുത്തഖീങ്ങൾക്ക് വേണ്ടി. അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അതാണ് ദുനിയാവ് കണ്ട് നിങ്ങളാരും വഞ്ചിതരാവണ്ട എന്ന് പരിശുദ്ധമായ ഖുർആൻ പലതവണ നമ്മളെ ബോധ്യപ്പെടുത്തിയതിൻ്റെ ഉൾസാരം അതാണ്. ദുനിയാവ് കണ്ട് വഞ്ചിതനാവണ്ട. ദുനിയാവ് ഒന്നുമല്ല. പടച്ച തമ്പുരാന്റെ അടുക്കൽ ദുനിയാവിന്റെ വില മഹാന്മാര് പറയുന്നു, അതൊരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും. ഒരു കൊതുകിന്റെ വില എന്നല്ല, കൊതുകിന്റെ ചിറകിന്റെ വില പോലും ഈ ദുനിയാവിന്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ കൊടുത്തിട്ടില്ല എങ്കിൽ സ്വർഗം എന്ന് പറയുന്ന മോമിനീങ്ങൾക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലോകത്തെ അനുഗ്രഹങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി സാലിം എന്നവർ വലിയ ആബിദായിരുന്നു, വലിയ സാഹിദായിരുന്നു, വലിയ ആലിമായിരുന്നു. അദ്ദേഹം പള്ളിയിൽ ഇങ്ങനെ ഇബാദത്തിലായിരിക്കുന്ന സമയത്ത് രാജാവ് പരിവാരങ്ങൾ സഹിതം വന്നുകൊണ്ട് മഹാനായ സാലിം റളിയല്ലാഹു അൻഹുവിനോട് മദീനയിൽ നിന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാനത് ശരിയാക്കി തരാം. മഹാനായ സാലിം റളിയല്ലാഹു അൻഹു പള്ളിയിലാണ് ഇരിക്കുന്നത്. അവിടുന്ന് മറുപടി പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ പള്ളിയിലാണുള്ളത്. അള്ളാഹുവിന്റെ പള്ളിയിലിരുന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സഹായം ചോദിക്കുകയോ? ഭരണാധികാരിയുടെ മുഖത്ത് വല്ലാത്ത വിഷമായി, വഷളത്തരായി. ഭരണാധികാരി, പ്രധാനമന്ത്രി ഈ മഹാനെ കാണാൻ വേണ്ടി പിന്നാലെ വന്ന് തിരക്കുകളൊക്കെ മാറ്റിവെച്ച് വന്ന് കണ്ടതാ. അവസാനം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ ഈ മഹാന്റെ പിന്നാലെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വട്ടം കൂടി നടക്കുന്നുണ്ട്. പലരും മസലകൾ ചോദിച്ചറിയുന്നുണ്ട്. പലരും മതകാര്യങ്ങളിലും
അതുപോലെ തന്നെ ദുന്യാവിന്റെ കാര്യത്തിലൊക്കെ മുശാവറ ചെയ്യുന്നുണ്ട്. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പ്രധാനമന്ത്രി മഹാനായ സാലിം റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നു. സുലൈമാൻ ഇബ്നു അബ്ദുൽ മലിക് എന്ന് പറയുന്ന അന്ന് ഇസ്ലാമിക ലോകം ഭരിച്ചിരുന്ന ഭരണാധികാരി ചെന്നിട്ട് പറഞ്ഞു, ഇപ്പൊ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയല്ലോ, എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ശരിയാക്കി തരാം. മഹാനായ സാലിം റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദുന്യാവിന്റെ ആവശ്യമാണോ ആഖിറത്തിന്റെ ആവശ്യമാണോ? ഭരണാധികാരി മറുപടി പറഞ്ഞു, ആഖിറത്തിന്റെ ആവശ്യമല്ല, അതെനിക്ക് ചെയ്യാൻ കഴിയൂലല്ലോ. ദുന്യാവിന്റെ ആവശ്യം, എന്തെങ്കിലും സൗകര്യങ്ങൾ ഈ ദുന്യാവിൽ നിങ്ങൾക്ക് വേണോ, ഞാൻ ചെയ്തു തരാം. ബഹുമാനപ്പെട്ട സാലിം റളിയല്ലാഹു അൻഹു ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ദുനിയാവിന്റെ ഖാലിഖായിരിക്കുന്ന പടച്ച തമ്പുരാൻ, ആ പടച്ച തമ്പുരാൻ ഈ ഒരു ദുനിയാവിന് ഒരു വിലയും ചോദിച്ച് നൽകിയിട്ടില്ല. ഞാൻ എൻ്റെ റബ്ബിനോട് ദുനിയാവിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാറില്ല. എനിക്ക് സ്വത്ത് വേണമെന്നോ എനിക്ക് സ്ഥാനം വേണമെന്നോ അല്ലെങ്കിൽ ദുനിയാവിൽ എന്തെങ്കിലും ഒരു സൗകര്യം വേണമെന്ന് ഞാൻ ഇന്നവരെ എൻ്റെ റബ്ബിനോട് പറഞ്ഞിട്ടില്ല. എൻ്റെ റബ്ബാണ് ഈ ദുനിയാവിന്റെ സൃഷ്ടാവ്. ഈ ദുനിയാവിനെ പരിപാലിക്കുന്നവനും പോറ്റി വളർത്തുന്നവനും നാഥനായ റബ്ബാണ്. ദുനിയാവിന്റെ ഉടമസ്ഥനായ പടച്ച തമ്പുരാനോട് ദുനിയാവിന്റെ ഒരു സൗകര്യം ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല, പിന്നല്ലേ നിങ്ങളോട് ചോദിക്കുന്നു എന്നായിരുന്നു ബഹുമാനപ്പെട്ട സാലിം റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി. പറഞ്ഞു വന്നത്, ദുനിയാവ് കാണുന്ന ഈ സൗകര്യങ്ങൾ, നമ്മുടെ സമ്പത്ത്, ഇതൊന്നും ഒന്നുമല്ല. ഇത് മനസ്സിലാക്കിയവരായിരുന്നു നമ്മുടെ മഹാന്മാർ. അതുകൊണ്ട് അവർക്ക് ഇത് കൽബിലേക്ക് കയറിയിട്ടില്ല. അവരുടെ സമ്പത്തും സൗകര്യങ്ങളും ഈ ദുന്യാവിന്റെ പളപളപ്പ് അവരുടെ ഹൃദയത്തിലേക്ക് കയറിയിട്ടില്ല. മഹാന്മാരുടെ ജീവിതം നിങ്ങൾ എടുത്തു നോക്കൂ. നമ്മളൊക്കെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരല്ലേ? അല്ലാഹു സുബ്ഹാനഹു സ്വർഗത്തിന്റെ അവകാശികൾ നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മോമിനീങ്ങളെ, സ്വർഗം മോമിനീങ്ങൾക്കുള്ളതാണ്, മുത്തഖീങ്ങൾക്കുള്ളതാണെന്ന് പടച്ച തമ്പുരാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ആ സ്വർഗത്തിന്റെ അവകാശികൾ ആരാണെന്നും പറഞ്ഞിട്ടുണ്ട്. അമ്പിയാക്കളും സ്വാലിഹീങ്ങളും ശുഹദാക്കളും സിദ്ദീഖീങ്ങളും പടച്ച റബ്ബിനെ പേടിച്ച് ജീവിച്ചിരുന്നവർ, അവരാണ് സ്വർഗത്തിന്റെ അവകാശികൾ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. എന്നാൽ എന്തുകൊണ്ട് സ്വർഗത്തിന്റെ അവകാശികൾ ജീവിച്ചതുപോലെ ജീവിക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല? അമ്പിയാക്കൾ ജീവിച്ചതുപോലെ, ഔലിയാക്കൾ ജീവിച്ചതുപോലെ, സാലിഹീങ്ങൾ ജീവിച്ചതുപോലെ, സിദ്ദീഖീങ്ങൾ ജീവിച്ചതുപോലെ അവരുടെ ജീവിതം ജീവിക്കാൻ എന്തുകൊണ്ട് നമ്മൾ സന്നദ്ധമാകുന്നില്ല? ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗം നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? മഹാന്മാര് ജീവിച്ചതുപോലെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ്, അവര് നടന്ന വഴിയെ നടക്കുമ്പോഴാണ് അവരെത്തിയ സ്വർഗത്തിലെത്തൂ എന്ന യാഥാർത്ഥ്യം നമ്മളൊക്കെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അല്ലാതെ അവരെ കുറിച്ച് പഠിക്കുക, അവരെ അനുസ്മരിക്കുക, അവരുടെ ചരിത്രം പറയുക, അവരുടെ ചരിത്രം പഠിക്കുക, കേൾക്കുക, ആസ്വദിക്കുക, പക്ഷേ ജീവിതം മറ്റൊരു വഴിക്ക് പോയി കഴിഞ്ഞാൽ അവരെത്തിയ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് നമ്മളൊക്കെ എത്തിക്കട്ടെ. പ്രിയമുള്ളവരെ, മഹാന്മാരുടെ ജീവിതം നോക്കൂ നിങ്ങൾ. അവരെത്ര ത്യാഗം സഹിച്ചു, ദീനിനു വേണ്ടി എത്ര ത്യാഗം സഹിച്ചു, അല്ലെങ്കിൽ അവരുടെ ആഖിറത്തിന് വേണ്ടി എത്ര ത്യാഗം സഹിച്ചു. ബഹുമാനപ്പെട്ട ത്വൽഹ റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉഹദ് യുദ്ധത്തിൽ പരിക്കേൽക്കുമെന്ന് കണ്ടപ്പോ മുന്നിക്കിറങ്ങി നിന്നു. ഇനിയുള്ള അമ്പുകൾ മുഴുവൻ എന്റെ ശരീരത്തിലൂടെ തുളഞ്ഞു കടന്നാലേ അങ്ങയുടെ ശരീരത്തിൽ തറക്കൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് ജീവിതം കൊടുത്തുള്ള കളിയാ. പൈസ കൊടുത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, പൈസയല്ല, ഇത് ജീവിതം കൊടുത്തിട്ടുള്ള കളിയാണ്. വീട്ടിൽ കാത്തു നിൽക്കുന്ന ഭാര്യയുണ്ട്, മക്കൾ കാത്തു നിൽക്കുന്നുണ്ട്, പക്ഷേ ജീവിതം വെച്ചുള്ള കളിയാണ്, ആത്മാവ് കയ്യിൽ പിടിച്ച കളിയാണ്. ഇത് ആഖിറത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. സഹാബ ഈ യുദ്ധക്കളത്തിലേക്ക് ചെല്ലുമ്പോ അവർക്ക് പലപ്പോഴും സ്വർഗത്തിന്റെ വാസന കിട്ടാറുണ്ട്. കാരണം ഷഹീദ് നേരെ സ്വർഗത്തിന്റെ അനുഭൂതി ആസ്വദിക്കാനുള്ള ആളാണ്, കുളിപ്പിക്കാൻ പോലും നിൽക്കണ്ട. അപ്പോ ഈ മഹാന്മാരുടെ ജീവിതം നോക്കൂ നിങ്ങൾ. അവര് ജീവിതം സമർപ്പിക്കാൻ തയ്യാറായി, ജീവിതം കൊടുക്കാൻ തയ്യാറായി. മരിച്ചാലും പ്രശ്നമല്ല. എന്തുകൊണ്ട്? ദുന്യാവൊന്നുമല്ല, ആഖിറമാണ് വലുത്. വൽആഖിറതു ഖൈറും വഅബ്ഖാ. ദുന്യാവൊന്നുമല്ല. അതുകൊണ്ട് ദുന്യാവ് പോയാലും ശരി എന്ന് മനസ്സിലാക്കി മുഅ്മിനീങ്ങൾ, മുൻഗാമികൾ, ശരിയായ ഈമാനുള്ളവർ
100ക്ക് 100 ഈമാനുള്ളവർ. ആ ജീവിതം നമുക്ക് വേണം. സമ്പത്ത് കൊടുക്കാൻ സഹാബ പറഞ്ഞത് എന്താണ്? ഞങ്ങളെ സമ്പത്തിൽ നിന്ന് എത്ര എടുത്തോ എടുക്കുന്നതൊക്കെ ഞങ്ങൾക്ക് സന്തോഷമാണ്, എടുക്കാതെ ബാക്കി വെക്കുമ്പോഴാണ് ഞങ്ങൾക്ക് സങ്കടം എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് നമുക്കുണ്ടോ? ഈ മനസ്സ് നമുക്കുണ്ടോ? ഇങ്ങനെ ജീവിതം കൊടുക്കാൻ, ഇങ്ങനെ ജീവൻ കൊടുക്കാൻ, രക്തം കൊടുക്കാൻ, സമ്പത്ത് കൊടുക്കാൻ ഈ മനസ്സ് എന്തുകൊണ്ട് വരുന്നു? ദുനിയാവിന് പടച്ച റബ്ബ് വില കൊടുത്തിട്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ, ആഖിറമാണ് നമുക്ക് വേണ്ടത് എന്ന് മനസ്സിലാക്കുമ്പോൾ, 60 കൊല്ലത്തെ 40 കൊല്ലത്തെ 50 കൊല്ലത്തെ ജീവിതത്തിന് വേണ്ടി എന്തെല്ലാം പദ്ധതികൾ നമ്മൾ തയ്യാറാക്കുന്നു. ഇതിന്റെ ഒരു 10% ആഖിറത്തിലേക്കുള്ള പദ്ധതികൾ നമ്മൾ തയ്യാറാക്കണ്ടേ? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നല്ലതുപോലെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഈ അവസാന കാലത്ത് എല്ലാം ഭൗതികമായ സുഖങ്ങൾക്കും നേട്ടങ്ങൾക്കും സൗകര്യങ്ങൾക്കും സന്തോഷങ്ങൾക്കും ആഹ്ലാദങ്ങൾക്കും വേണ്ടി മാത്രമാകുമ്പോൾ, അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾ എത്രത്തോളം ഇബാദത്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആഖിറത്തിലേക്ക് എന്തൊക്കെ സമ്പാദിക്കുന്നുണ്ട്, അതല്ല വെറുതെ നടക്കുകയാണോ എന്ന പരീക്ഷണമാണല്ലോ റബ്ബ് ഇങ്ങോട്ട് അയച്ചിട്ടുള്ളത് എന്ന ബോധമില്ലാതെയാണ് നമ്മൾ പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചിന്തയെ നമുക്കില്ല. ആഖിറത്തെ കുറിച്ച് ഒരു പക്ഷെ പ്രായമായ ആളുകൾക്കൊക്കെ ഉണ്ടാവും. ഈ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നിടത്ത് നമ്മൾ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. പുതിയ തലമുറ എന്തിന് ജീവിക്കുന്നു? ഈ ദുനിയാവ് ഇത് ഒരു പരീക്ഷണ കാലഘട്ടം മാത്രമാണ്, ഇതൊരു സുഖത്തിന്റെയോ ആസ്വാദനത്തിന്റെയോ ലോകം അല്ല എന്ന് നമ്മൾ എത്ര ആള് നമ്മുടെ മക്കൾക്കും കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പ്രായമായ ആളുകൾക്ക് ചിലപ്പോൾ ഇതൊക്കെ ഒരു ബോധം ഉണ്ടാവും. ആഖിറമാണ് പ്രധാനം, അത് നേടണം, അതിനുവേണ്ടി നിങ്ങൾ ത്യാഗം ചെയ്യണേ എന്ന് നമ്മൾ എത്ര പേർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, പെട്ടെന്ന് അശ്രദ്ധയുടെ സമയത്ത് മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹു കൊടുത്ത ഓർഡർ അനുസരിച്ച് സമയമാവുമ്പോ നമ്മളെ റൂഹ് പിടിക്കാൻ വരുമ്പോഴാണ് നമ്മളാകെ അന്തം വിട്ട് ആകെ ഭയവിഹ്വലരായി പേടിച്ചു പോകുന്നത്. അപ്പോഴാണ് നമുക്ക് നിരാശ വരുന്നത്. റബ്ബേ, എന്റെ സമയങ്ങൾ ഞാൻ നഷ്ടപ്പെടുത്തിയല്ലോ, കുറച്ച് സമയം കൂടി തന്നാൽ ഞാൻ സ്വതക്ക കൊടുത്ത് നല്ല സ്വാലിഹായ മനുഷ്യനായി മാറാമെന്ന് പടച്ച തമ്പുരാനോട് നമ്മളൊക്കെ പറയുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ, വളരെ നേരത്തെ തന്നെ നമ്മളൊക്കെ ബോധത്തിൽ ജീവിക്കുക. എത്ര കാലം നമ്മൾ ജീവിക്കും, എത്ര കാലം ജീവിക്കും, ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കണക്കുകളല്ല. ഇന്ന് കടന്നുറങ്ങിയാൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ, രാത്രിയായാൽ സുബഹിയാവുമെന്ന് പ്രതീക്ഷിക്കണ്ട, സുബഹിയായാൽ പിന്നീട് രാത്രിയാവുമെന്ന് പ്രതീക്ഷിക്കണ്ട. രോഗം, മരണത്തിനൊരു കാരണമാണ് രോഗം. ഒന്ന് പ്രഷർ കുറഞ്ഞാൽ മതി, അല്ലെങ്കിൽ സോഡിയം ഒന്ന് കുറഞ്ഞാൽ മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൂടിയാൽ മതി. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാങ്കേതികമായി, അത് ഓരോ കാലത്തും ഓരോന്നാണ്. ഇതൊന്നും ചിലപ്പോൾ 500 കൊല്ലം മുമ്പ് ഉണ്ടായിക്കോണമെന്നില്ല, അന്നും മരണമുണ്ട്. അതിനൊക്കെ ആ കാലത്തിനനുസരിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങളുണ്ടാവും, കാലത്തിനനുസരിച്ച് കാരണങ്ങളുണ്ടാവും. ഇത്രയേ ഉള്ളൂ. ഒന്ന് പ്രഷർ കുറഞ്ഞാൽ കഴിഞ്ഞ് നമ്മളെ കാര്യം, അല്ലെങ്കിൽ ഒന്ന് സോഡിയം കുറഞ്ഞാൽ, ഇല്ല ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം കുറെ കൂടെ ചെയ്യുമ്പോൾ നമ്മളെ കാര്യം കഴിഞ്ഞു. അത് പിന്നെ പിന്നെ നമ്മൾ ആഖിറം കാണാൻ തുടങ്ങുകയാണ്. എന്നാൽ നേരത്തെ തന്നെ ഈ ആഖിറത്തിന്റെ ചിന്തയിൽ നടന്നൂടെ? അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എത്ര ആളുകൾക്കാണ് രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത്. ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരി ശരീരത്തിൽ അത് പെറ്റുപെരുകയാണ്. അതിന്റെ ആദ്യ സമയങ്ങളിലൊന്നും ഇത് ആരും അറിയുന്നില്ല. അത് അവസാന സ്റ്റേജ് എത്തുമ്പോ പിന്നീട് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പിന്നീടാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. പടച്ചോനെ, ഞാൻ മരിക്കാൻ പോവുകയാണല്ലോ എന്ന് അപ്പോ സമയത്ത് തോന്നുകയാണ്. ഇനി അള്ളാഹു തൗബ സ്വീകരിക്കുമോ, ഇനി അള്ളാഹു ഇസ്തിഗ്ഫാർ സ്വീകരിക്കുമോ, ചിന്തിക്കാൻ പറ്റൂല. വളരെ ചെറുപ്പക്കാരനായ ഒരു കുട്ടി, എൻ്റെ നാട്ടിലുള്ള ഒരു കുട്ടിയാ. 28 വയസ്സ് മാത്രമാണ് പ്രായം. സ്കൂൾ പഠിക്കുന്ന കാലത്തെ നന്നായി കളിക്കാൻ പറ്റുന്ന ആളായിരുന്നു. അതുകൊണ്ട് സ്കൂൾ പഠനം കഴിഞ്ഞതിന് ശേഷം പല ക്ലബ്ബുകളും ആ കുട്ടിയെ ഇങ്ങനെ കളിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. വളരെ ചെറുപ്പത്തിൽ അവൻ സമ്പന്നനായി മാറി. നല്ല കളിയാണ്, ക്രിക്കറ്റ് കളിയിൽ അപാരമായ കഴിവാണ്. കൊണ്ടു നടന്ന് വലിയ സമ്പന്നനായി. 20 വയസ്സാകുമ്പോഴത്തേക്ക് അവൻ ബിസിനസ്സുകാരനായി മാറി. നല്ല അറിയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ, ആ നാട്ടിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ അറിയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ.
ആ പരിസര പ്രദേശങ്ങളിൽ മാത്രമല്ല, കളിയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയുന്ന ഒരു ചെറുപ്പക്കാരൻ. 4 കൊല്ലമായി നാട്ടിൽ വന്നിട്ടില്ല. വീട്ടുകാർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നുണ്ട്, പക്ഷേ നാട്ടിലേക്ക് വരാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ അവന്റെ കൂട്ടുകാര് അവനെ കാണാൻ വേണ്ടി പോവാണ്. എറണാകുളത്തുണ്ടവൻ. അവരവിടെ റൂം എടുത്ത് താമസിച്ചു. ദിവസങ്ങളോളം താമസിച്ച് അവനെ വിളിച്ചുകൊണ്ടേയിരുന്നു, ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അവസാനം കണക്കില്ലാത്ത ഫോൺ വന്നപ്പോ അവൻ ഫോൺ എടുത്തു. എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പാലാരിവട്ടം പാലത്തിന്റെ ചോട്ടിലുണ്ടെന്ന് പറഞ്ഞു. അവിടെ കാണാൻ ഇവര് പോയി. അവര് ചെന്നു, അവനെ കൂട്ടിപ്പിടിച്ചു. കണ്ട സന്തോഷത്തിൽ കണ്ണിന്ന് വെള്ളം ചാടി. സമയത്ത് ആ ചെറുപ്പക്കാരന്റെ ശരീരം വളരെ ആകെ തടിയൊക്കെ പോയി ക്ഷയിച്ചിട്ടുണ്ട്. അവനിങ്ങനെ നിന്ന് വിറക്കുന്നുണ്ട്, ശരീരത്തിനൊന്നാകെ വിറക്കൽ ബാധിച്ചു. ഇവനെയും കൂട്ടി റൂമുക്ക് പോയി നാളെ രാവിലെ നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് അവിടെ കടന്നുറങ്ങാണ്. 3 മണിക്ക്, രാത്രി 3 മണിക്കാണ് കടന്നുറങ്ങുന്നത്. അവര് രാവിലെ എണീറ്റ് നോക്കുമ്പോ അവൻ അവിടെ കാണുന്നില്ല. അവൻ വീണ്ടും അവരിൽ നിന്ന് രക്ഷപ്പെട്ടു. അവനക്ക് മനസ്സിലായി, എന്നെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പുറപ്പാടാണ്. എന്താണ് അവൻ നാട്ടിൽ നിന്ന് മാറി മാറി നടക്കുന്നത്? ഉമ്മയെ കാണാൻ ആഗ്രഹിക്കുന്നില്ല, ഉപ്പയെ കാണാൻ ആഗ്രഹിക്കുന്നില്ല, കുടുംബത്തെ കാണണ്ട, നാട്ടുകാരെ കാണണ്ട, കൂട്ടുകാരെ കാണണ്ട. എന്തായിരിക്കും അവന്റെ പ്രശ്നം? ആ കുട്ടി ഇങ്ങനെ വിറക്കുന്നുണ്ടായിരുന്നു. മൊബൈലിൽ അവന്റെ മെഡിക്കൽ ലിസ്റ്റ് എടുത്ത് കാണിച്ചു കൊടുത്തു. അവനക്ക് ക്യാൻസറാണ്, ക്യാൻസറിന്റെ അവസാനത്തെ സ്റ്റേജാണ്. ശരീരം ഒന്നാകെ വിറക്കുന്നുണ്ട്. 28 വയസ്സേ പ്രായമുള്ളൂ, കല്യാണം കഴിച്ചിട്ടില്ല. ഈ ശരീരവുമായി പളപളപ്പിൽ ഓടി നടന്നിരുന്ന നാട്ടിലേക്ക് ചെല്ലാൻ അവനിക്ക് ലജ്ജയാണ്. നല്ല അന്തസ്സിൽ ജീവിച്ചിരുന്ന ചെറുപ്പക്കാരൻ കുടുംബത്തിലേക്ക് ബോഡിയുമായി കടന്നു ചെല്ലാൻ അവനക്ക് മടിയാണ്. ഉമ്മാനെയും ഉപ്പാനെയും ഈ ബോഡി കൊണ്ട് അവരെ ചെന്ന് കാണാൻ അവർക്ക് പ്രയാസമാണ്, മനസ്സിന് സഹിക്കുന്നില്ല. അവനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് നാട്ടുകൽ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ നിലവിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അവനെ ചികിത്സിക്കാൻ വേണ്ടി. നോക്കൂ, നമ്മുടെ ശരീരം എന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ അത് നമ്മളിൽ എത്തിക്കൊള്ളുന്നില്ല. നമ്മൾ പലതും സ്വപ്നം കാണും, പക്ഷേ അള്ളാഹു വിധിച്ചത് മാത്രമാണ് നമ്മളിലേക്ക് എത്തുക. പലതും നമ്മളിലേക്ക് എത്തുമോ എന്ന് നമ്മൾ പേടിക്കും. ഇല്ല, അള്ളാഹു വിധിച്ചത് മാത്രമാണ് എത്തുക. ഇത്രയേ നമ്മുടെ ശരീരമുള്ളൂ. എന്തെങ്കിലുമൊക്കെ ഒരു കാരണത്താൽ ശരീരಕ್ಕೆ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് അതങ്ങ് പോകും. പക്ഷേ ഈ പ്രയാസം നമ്മുടെ റൂഹ് എല്ലാ കാലവും ഇലാ യൗമിൽ ഖിയാമ നമ്മൾ ചെയ്ത തെറ്റുകൾ ആ ശിക്ഷ അനുഭവിക്കുകയല്ലേ. അതുകൊണ്ട് ഈ ദുന്യാവിന്റെ പളപളപ്പില് ആഖിറം നമ്മൾ ആരും മറന്നുപോണ്ട. നമ്മൾ മാത്രമല്ല, നമ്മുടെ മക്കളും മറന്നുപോണ്ട. മക്കൾക്ക് എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് അവർക്കൊക്കെ ആഖിറത്തെ കുറിച്ചൊരു ബോധം ഉണ്ടാക്കണം. നമ്മുടെ മുൻഗാമികൾ ജീവിച്ചതുപോലെ ജീവിക്കാൻ അവരെ പഠിപ്പിക്കണം. ബഹുമാനപ്പെട്ട സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു 300 റക്അത്താണ് രാത്രിയിൽ നിസ്കരിച്ചിരുന്നത്. 300 റക്അത്ത് രാത്രിയിൽ നിസ്കരിക്കാൻ എത്ര സമയം വേണമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നിസ്കരിച്ച് കാല് പൊട്ടുമ്പോ അദ്ദേഹം പറയാറുള്ളത്, പടച്ചോനെ, എത്ര ആബിദീങ്ങൾ മഹാന്മാര് ജീവിച്ചു പോയി, എന്നിട്ട് എനിക്ക് പരിക്ക് പറ്റുകയാണല്ലോ, നിസ്കരിച്ചിട്ട് പൂതി തീരുന്നില്ല. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കാണാം, ആദ്യത്തെ 20 കൊല്ലം നിസ്കരിച്ചിട്ട് സുഖം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. നിസ്കരിക്കുമ്പോ നിസ്കാരത്തിന്റെ ഒരു സുഖമുണ്ട്, അത് കിട്ടിയിട്ടില്ല. ഏത് സുഖം? പടച്ചോനോട് വർത്താനം പറയുന്ന ഒരു സുഖം. അത് നമുക്ക് കിട്ടുന്നുണ്ടോ? ഉണ്ടാവില്ല. പടച്ചോനോട് വർത്താനം പറയുന്ന ഒരു സുഖം നിസ്കാരത്തിന് നമുക്ക് കിട്ടുന്നുണ്ടാവോ? ഉണ്ടാവൂല. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ നിസ്കാരത്തിൽ നമ്മൾ പിരിഞ്ഞു പോരൂല. ഏതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന വലിയൊരു മഹാനായ മനുഷ്യൻ നമ്മളെ വീട്ടിൽ വന്നു. അയാളോട് അരമണിക്കൂർ സംസാരിക്കാൻ കിട്ടുന്നത് നമ്മൾ നഷ്ടപ്പെടുത്തുവോ? 1 മണിക്കൂർ കിട്ടിയാൽ, 1.5 മണിക്കൂർ കിട്ടിയാൽ, അതല്ല 1 ദിവസം കിട്ടിയാൽ നമ്മളത് 1 സെക്കൻഡ് വിടാതെ മുതലാക്കും. എന്തുകൊണ്ട്? നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് അത്രയും വലിയ അറിയപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹത്തെ 1 സെക്കൻഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമായിട്ട് ആൾക്കാർ കണക്കൂട്ടുന്ന കാര്യമാണ്. എന്നാൽ നിസ്കാരം എന്ന് പറഞ്ഞാൽ റബ്ബിനോടുള്ള മുനാജാത്താണ്. അള്ളാഹ് എന്ന് പറയുന്നത് നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ചവൻ, ഈ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവൻ. ആ പടച്ച തമ്പുരാനോട് കുറച്ച് നിസ്കരിക്കാൻ കിട്ടുന്ന സമയം, സംസാരിക്കാൻ കിട്ടുന്ന സമയം ആരെങ്കിലും വെറുതെ കളയോ? ആരെങ്കിലും അശ്രദ്ധമായി കളയോ? ഇല്ല. പക്ഷേ അള്ളാഹുവിനോട് സംസാരിക്കുന്ന ഈ സുഖം നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ബഹുമാനപ്പെട്ട, കിട്ടണമെങ്കിൽ പണിയാണ്, കിട്ടണമെങ്കിൽ നല്ല പ്രയാസമാണ്, കഷ്ടപ്പെടണം.
സാബിത്തുൽ ബുനാനി റളിയല്ലാഹു അൻഹു പറയാണ്, 20 കൊല്ലം നിസ്കരിക്കുമ്പോഴുള്ള സുഖം കിട്ടിയില്ല, പക്ഷെ പിന്നീട് 1 കൊല്ലം പൂതി തീരുന്നില്ല. രാത്രിയൊക്കെ നിസ്കാരം തന്നെ, ഉറക്കല്ല. 300 റക്അത്തൊക്കെ നിസ്കരിച്ചിട്ട് കാല് പൊട്ടി നീര് വന്ന് ഞെക്കിപ്പിഞ്ഞ് നീര് പുറത്തി അടിക്കരുത്. നിസ്കരിച്ചിട്ട് പൂതിയിരുന്നില്ല. എന്തുകൊണ്ട്? റബ്ബിനോട് സംശയം തീരൂല. പക്ഷെ ആ അനുഭൂതിയിലേക്ക് എത്താൻ നമുക്ക് ടൈം എടുക്കും. അതായിരുന്നു മഹാന്മാരുടെ നിസ്കാരം, അവരുടെ ത്യാഗം അതായിരുന്നു. ഇവരൊക്കെ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ല ഇത്രയും കഷ്ടപ്പെടുന്നത്. എന്തിനെത്ര തോന്നെ നിസ്കരിച്ചാൽ ഫർളായ നിസ്കാരം മാത്രം പോരെ? ബുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ല, സ്വർഗത്തിലെത്തിയ പോരാ, അവിടെ വലിയ സ്ഥാനം കിട്ടണം. ആ സ്ഥാനം കിട്ടാൻ വേണ്ടി മഹാന്മാരായ ആളുകൾ പ്രയാസപ്പെട്ടു, ദുനിയാവിന്റെ സുഖങ്ങൾ മാറ്റി നിർത്തി. മഹാനായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ഖുർആൻ ഖത്ം ഓതി. എത്ര പ്രയാസം ഉണ്ടാവും? 5 മിനിറ്റ് നമുക്ക് നിൽക്കാൻ പറ്റും? ഒറ്റക്കാലുമ നിന്ന് പരിശുദ്ധമായ ഖുർആൻ ഖത്ം തീർത്തു. എന്തേ? ഉറക്കം വരണ്ട, ശരീരത്തെ കൊണ്ട് പണിയെടുപ്പിക്കുക. ഇങ്ങനെ ഈ ദുനിയാവിനെ ബുദ്ധിയുള്ള ആളുകൾ ചെയ്യുന്നത് പോലെ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ദുനിയാവിൽ കിട്ടിയതൊക്കെ പാടെ വാരി വലിച്ചുകൂട്ടി ഹലാലും ഹറാമും നോക്കാതെ സമ്പത്തുണ്ടാക്കി, എന്നിട്ട് അതുകൊണ്ട് വലിയ ഫ്ലാറ്റൊക്കെ ഉണ്ടാക്കി, പിന്നെ അതിന്റെ വാടകയിൽ ഇങ്ങനെ സുഖമായി ജീവിക്കാന്നൊന്ന് പറഞ്ഞൊന്നല്ല. ബുദ്ധിയുള്ളതിന്റെ ലക്ഷണം അതൊന്നുമല്ല. ശരിയായ ബുദ്ധി എന്ന് പറഞ്ഞാൽ അൽ കയ്യിസു മൻ ദാന നഫ്സഹു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബുദ്ധിയുള്ളവൻ എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തെ കീഴ്പ്പെടുത്താൻ പറ്റണം. ശരീരത്തിന് ഇച്ഛക്കനുസരിച്ച് വിട്ടുകൊടുക്കരുത്. ശരീരത്തിന് അത് തിന്നാൻ പൂതിയുണ്ട്, എന്നാ അത് വാങ്ങിക്കൊടുക്കുക. അവിടെ പോയി ഇരിക്കാൻ തോന്നുന്നുണ്ട്, എന്നാ അവിടെ പോയി ഇരിക്കുക. മറ്റേക്ക് നോക്കാൻ തോന്നുന്നുണ്ട്, എന്നാ അവിടെ പോയി നോക്കുക. ഇങ്ങനെ ശരീരത്തിന് അതിന്റെ ഹവക്കനുസരിച്ച്, ഇഷ്ടത്തിനനുസരിച്ച് ഇങ്ങനെ വിട്ടുകൊടുത്താൽ ആ ശരീരം നമ്മളെ ഹറാമിലേക്ക് എത്തിക്കും. അതുകൊണ്ട് ശരീരത്തെ കടിഞ്ഞാണിട്ട് പിടിക്കണം. നമ്മൾ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കരുത്. അങ്ങനെ ആയി കഴിഞ്ഞാൽ അത് ഹറാമിലേക്ക് ചെല്ലും. പരിധി വിട്ട സുഖങ്ങളിലേക്ക് ശരീരം ആശിക്കും. വിട്ടുകൊടുക്കാൻ പാടില്ല. ശരീരത്തെ പിടിച്ചൊതുക്കി നിയന്ത്രിക്കുന്നവനാണ് ബുദ്ധിശാലി എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും മഹാന് ഇങ്ങനെ എയറില്, നിലത്തൊന്നും തട്ടാതെ എയറില്, വായുവിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹം എന്താ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു കറാമത്ത്, ഒരു ബഹുമതി കിട്ടാനുള്ള കാരണം എന്ന് വെച്ചപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ ശരീരത്തെ നിയന്ത്രിച്ചത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ എനിക്ക് തന്നതാണ് എന്നവർ പറയുകയുണ്ടായി. വഅമില ലിമാ ബഅദൽ മൗത്ത്. നാളേക്ക് വേണ്ടി പണിയെടുക്കുന്നവൻ ആരോ അവനിക്കാണ് ബുദ്ധിയുള്ളത്. ഈ ദുനിയാവിൽ ഒരുപാട് ജോലി ചെയ്ത് വലിയ ജോലി കിട്ടാൻ വേണ്ടി കുറെ കാലം പഠിച്ച് വലിയ സമ്പാദ്യം ഉണ്ടാക്കി, അതുകൊണ്ടൊക്കെ ഒരുപാട് സ്ഥലം വാങ്ങി, വലിയ കാറ് വാങ്ങി, വലിയ വീട് കയറ്റി, വളരെ സുഖമായി ഇങ്ങനെ കുറച്ച് ദിവസം കഴിയുക. ഇതൊന്നല്ല ബുദ്ധിയുള്ളതിന്റെ ലക്ഷണം. ബുദ്ധിയുള്ളവന്റെ ലക്ഷണം നാളത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള ബുദ്ധിയാണ്. നാളത്തെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ആഖിറത്തിനെ കുറിച്ച്. ഇത്തരക്കാർക്ക് നാളെയും മറ്റന്നാളും മാത്രമേ ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടാവുള്ളൂ. എന്നാൽ വേറൊരു നാളെ വരാനുണ്ട്, അത് ആഖിറത്തിന്റെ നാളെയാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ളവനാണ് ശരിയായ ബുദ്ധി. അല്ലാത്തവനക്ക് ബുദ്ധിയില്ല എന്നാണ് അർത്ഥം. ആഖിറത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റണം, അതാണ് ശരിയായ ബുദ്ധി. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നോക്കൂ നിങ്ങൾ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവരുടെ ശരീരത്തെ അവർക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി സഹാബത്ത് ചെയ്ത ത്യാഗത്രേ. തൽഹ റളിയല്ലാഹു അൻഹു ശരീരത്തിന് 70 വെട്ടേറ്റിട്ടുണ്ട് ഉഹദ് യുദ്ധത്തിൽ. ആ ശരീരവുമായിട്ട് നമുക്ക് കാലൊന്ന് വെച്ചുത്തിയാല് അന്ന് പിന്നെ ദുഹർ ജമാഅത്തിന് ഉണ്ടാവില്ല. കാലൊന്ന് പതുക്കെ എവിടെയെങ്കിലും വെച്ചുത്തിയാൽ, കാലൊന്ന് ഉളുക്കിയാൽ, അല്ലെ കൈയൊന്ന് ഉളുക്കിയാൽ പിന്നെ അന്ന് ജമാഅത്തില്ല, അന്ന് നിസ്കാരമില്ല, അന്ന് മജ്‌ലിസുന്നൂറില്ല, അന്ന് ഇൽമിന്റെ സദസ്സില്ല. മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹു 70 വെട്ടും കുത്തും ശരീരത്തിൽ ഏറ്റിട്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമനെ എടുത്ത് ഓടുകയാണ്, ഏറ്റിങ്ങാണ്ട് ഓടുകയാണ്. എന്നിട്ടൊരു ഗുഹയിൽ കൊണ്ടുവച്ചു. ആ ഗുഹന്റെ ഭാഗത്തേക്ക്, ഉഹദ് മലയുടെ സൈഡിലുള്ള ഗുഹ, അവിടേക്ക് വീണ്ടും ശത്രുക്കൾ കാണുന്നു കണ്ടപ്പോൾ വേഗം അവിടുന്ന് എടുത്ത് വീണ്ടും ഓടുകയാണ്. എവിടേക്ക്? മലന്റെ മുകളിലേക്ക്. ഒരാൾക്ക് ഒറ്റക്ക് കുനിഞ്ഞുകൊണ്ടല്ലാതെ കയറാൻ പറ്റാത്ത മലയിലേക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്ങിപ്പിടിച്ച് 70 വെട്ടുള്ള ത്വൽഹ ഓടുന്നത് സ്വർഗത്തിലേക്കുള്ള ഓട്ടാണ്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ത്വൽഹ വിജയിച്ചിരിക്കുന്നു. അന്ന് പറഞ്ഞതാ. എന്തേ? അധ്വാനമാണ്. 70 വെട്ടും കുത്തുവേറ്റിട്ട് മുസ്തഫ മലയിലേക്ക് ഓടുകയാണ്. എന്റെ നബിയെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ് എവിടേക്കെങ്കിലും ഓടുക എന്ന നിലക്ക് ഓടുകയാണ്. മലന്റെ മേലൊരു ഗുഹയോ എടുത്തു വെക്കാനോ റസൂലുള്ളാഹിനെ കാണാതെ മറച്ചു വെക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഇല്ല. പക്ഷെ എടുത്ത് ഓടുകയാണ്, എന്റെ നബിയെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞ്.
അങ്ങനെ കയറി ചെന്നപ്പോൾ പിന്നെ അതിന്റെ മേലെ രണ്ടാമത്തെ സ്റ്റെപ്പായി നിൽക്കുന്ന മറ്റൊരു മലയാണ് വിട്ട് അത് കീറി രണ്ടായി മാറിക്കൊടുത്തു. ആ ഒരു ഗ്യാപ്പിൽ പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒളിപ്പിക്കപ്പെട്ടു. ഉഹദ് മലയുടെ സൈഡിൽ ഇന്ന് നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും. അപ്പൊ ത്യാഗം, എന്തിന് ത്യാഗം? ഈ ദുനിയാവിൽ വലിയ സ്ഥാനം, ഇതൊന്നുമല്ല പ്രശ്നം, ആഖിറത്തിലെ സ്ഥാനം. അതിനുവേണ്ടി ത്യാഗം ചെയ്യാൻ നമുക്കൊക്കെ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ലാ തജഅൽ ദുനിയ അക്ബറ ഹമ്മിന, നമ്മുടെ ഏറ്റവും വലിയ ചിന്ത ദുനിയാവരുത്. പ്രാർത്ഥനയിലുള്ളതാണ്, ലാ തജഅൽ ദുനിയ അക്ബറ ഹമ്മിന. പഠിച്ചോനെ, ദുനിയാവ് ഞങ്ങൾ ഏറ്റവും വലിയ ചിന്താ വിഷയം ദുനിയാവാക്കല്ലേ റബ്ബേ. ഇന്ന് നമ്മളൊക്കെ ചിന്തയിൽ എന്താ? പ്രായ ആണിനനുസരിച്ച് നമുക്കൊരു മാറ്റം വന്നിട്ടുണ്ടാവുമെങ്കിലും ചെറിയ പ്രായക്കാരുടെയൊക്കെ മനസ്സിൽ ഈ ഹമ്മായിരിക്കും ദുന്യാവിനെ കുറിച്ചുള്ള ചിന്ത. ദുന്യാവ് എങ്ങനെങ്കിലുമൊക്കെ നന്നായി ജീവിക്കണം, എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് ഉഷാറാവണം, ഇത് മാത്രം. അത് ചിന്തിക്കുന്നതിന് കുഴപ്പമുണ്ടായിട്ടില്ല, ഇത് മാത്രം ദുന്യാവിന്റെ ഹമ്മ്. എന്നാൽ ദുന്യാവിനെ കുറിച്ചുള്ള ചിന്ത ഇത് നമ്മളെ അലട്ടാൻ പാടില്ല. ഏറ്റവും വലിയ ടെൻഷൻ ദുന്യാവല്ല, ആഖിറാണ്. ആഖിറത്തിൽ എങ്ങനെ ജയിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു മനുഷ്യന് ജോലിയില്ല, ശമ്പളമില്ല, കൂലിയില്ല, തൊഴിലില്ല, ഓനക്ക് വരുമാന മാർഗങ്ങളൊന്നുമില്ല, ഓനിങ്ങനെ ഫക്കീറായി പ്രയാസപ്പെട്ട് ജീവിക്കുന്നുണ്ട്. അജലെത്താത്തോണ്ട് മരിച്ചാത്തതാ, ഇങ്ങനെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നുണ്ട്. കാണുമ്പോ ആരെങ്കിലുമൊക്കെ വല്ലതും കൊടുക്കും, അങ്ങനെ ജീവിക്കാൻ നോക്കുക. എന്നപ്പോ എന്താ പ്രശ്നം? ഒരു പ്രശ്നമല്ല. ഈ പ്രശ്നം ഇല്ലാതിരിക്കാനാണല്ലോ നമ്മൾ തലകുത്തി മറിയണത്. ഈ പ്രശ്നം ഇല്ലാതിരിക്കാനാണ് ഹലാലും ഹറാമും നോക്കാതെ നമ്മൾ തലകുത്തി മറിയണത്. ഇങ്ങനെ ആയാൽ എന്താ പ്രശ്നം? ഒരു പ്രശ്നമല്ല. സ്വർഗത്തിൽ സമ്പന്നനേക്കാൾ 500 കൊല്ലം മുമ്പ് ഫക്കീർ സ്വർഗത്തിൽ കടക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എന്താ പ്രശ്നം? ഇതില്ലാതിരിക്കാനാണ് നമ്മൾ ബാംഗ്ലൂർ പോയി മക്കളെ പഠിപ്പിക്കുന്നത്, അല്ലെ ഓസ്ട്രേലിയയിൽ പോയി പഠിപ്പിക്കുന്നത്. ഓനക്ക് നിസ്കാരം ഉണ്ടോ? ഇല്ല. ഞാൻ ഈ പറഞ്ഞ പ്രശ്നം ഇല്ലാതിരിക്കാൻ, വലിയ ശമ്പളവും വലിയ ജോലിയും കിട്ടാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ പറഞ്ഞേക്കുന്നു, നിസ്കാരമില്ല. അത് ഈ ദുന്യാവിന്റെ സുഖം മാത്രമാണ് വാപ്പാ നമ്മൾ നോക്കുന്നത്. ആഖിറത്തിൽ ആ കുട്ടി കത്തിക്കരിയുന്നത് നമ്മൾ കാണേണ്ടി വരും, നരകത്തിൽ കരിയുന്നത് കാണേണ്ടി വരും, ഖബറിൽ പ്രയാസപ്പെടുന്നത് നമ്മൾ കാണേണ്ടി വരും. അപ്പൊ ഞാൻ പറഞ്ഞത് ദുന്യാവ് എന്നുള്ള ചിന്ത നമുക്കൊക്കെ ഉള്ളൂ. ഹമ്മു ദുന്യ തലക്ക് പിടിച്ചിരിക്കുകയാണ്. ദുന്യാവിൽ എങ്ങനെ രക്ഷപ്പെടണം? ആഖിറത്തിലോ? ആഖിറത്തിൽ അതിങ്ങനെ സൈഡ് കൂടി ഒഴിവുണ്ടാണിനനുസരിച്ച് ആഖിറത്തേക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ആയ പറ്റൂല. നമുക്ക് ബോധം വരാൻ സമയമായിരിക്കുന്നു, തിരിച്ചറിവുണ്ടാകണം. വെറും ദുന്യാവ് എന്ന നിലക്ക് മക്കളെ വളർത്തിക്കൂടാ. ആഖിറത്തിനെ കുറിച്ച് ചിന്ത വേണം. മുൻഗാമികളുടെ ചിന്ത, 1400 കൊല്ലത്തെ മൂമിനീങ്ങളുടെ ചിന്ത ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ ഈ അടുത്ത കാലം വെച്ചാണ് ദുന്യാവിന്റെ സൗകര്യങ്ങൾ ഇങ്ങനെ കൂടിയപ്പോ നമ്മളൊക്കെ നമ്മുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ കൽബിന്റെ ഖിബല ദുന്യാവായത്. മറ്റേത് ആഖിറമായിരുന്നു. ആഖിറത്തിൽ എന്തെങ്കിലുമൊക്കെ നേടണമല്ലോ എന്ന ചിന്തയായിരുന്നു. ദുന്യാവിൽ ഒരാൾ ഫക്കീറായി എന്തൊക്കെ ആയ ഏറിപ്പോയാൽ എന്തേ ആവുള്ളൂ? ഫക്കീറാവും, അതിലപ്പുറമൊന്നും ആവില്ലല്ലോ. ഇതിനും വേണ്ടി നമ്മൾ തല കുത്തി മറിയണത് എത്രത്തോളം ഹലാലും ഹറാമും പോലും നോക്കാതെ, വാജിബായ കാര്യങ്ങൾ പലതും വിട്ടാതെ, സകാത്ത് വിട്ടാതെ തല കുത്തി മറിഞ്ഞുകൊണ്ടിരിക്കല്ലേ. എന്നാൽ നാളെ മറ്റന്നാൾ നമ്മളെ ഫീസ് പോവും. പിന്നീട് ചെല്ലാനുള്ള ലോകത്തെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ? നമ്മക്കുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ നമ്മളെ മക്കൾക്ക് പഠിപ്പിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ മക്കൾക്ക് പഠിപ്പിക്കണ്ടോ എന്ന് കൂടി ആലോചിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു തആല നല്ല രൂപത്തിൽ ചിന്തിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഖിയാമത്തിനെ കുറിച്ച് ഹദീസ്, ആ ഹദീസൊക്കെ വായിച്ചു നോക്കുമ്പോ പേടി തോന്നും. എന്താ ഖിയാമത്ത് നാളിനെ കുറിച്ചുള്ള ഹദീസ്? ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു മനുഷ്യന്റെ കോലത്തിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ തന്റെ മുട്ടോട് മുട്ട് ചേർത്ത് വന്നിരുന്നുകൊണ്ട് ചില കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. സഹാബത്ത് അത്ഭുതത്തോടുകൂടെ നോക്കിയിരിക്കുകയാണ്. ആരാണ് ഈ വന്ന മനുഷ്യൻ? ഇതുവരെ നമ്മുടെ നാട്ടിൽ കാണാത്ത മനുഷ്യൻ, നല്ല ഭംഗിയുള്ള മനുഷ്യൻ, നല്ല വെള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു, മുടി വല്ലാതെ കറുത്തിരിക്കുന്നു, യാത്രയുടെ അടയാളങ്ങളൊന്നും കാണുന്നില്ല. ആരാണിത് എന്ന്
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ആളുകൾ നോക്കിയിരിക്കുന്നു. മുസ്തഫ നബിയോട് പലതും ചോദിക്കുന്നു. നബി തങ്ങൾ ഉത്തരം പറയുന്നു. കൂട്ടത്തിൽ ഒരു ചോദ്യം, മതസ്സാഅതു യാ റസൂലല്ലാഹ്, എപ്പോഴാണ് ഖിയാമത്ത് നാൾ എത്തുക നബിയെ? ഹബീബായ റസൂലിന്റെ മറുപടി, ചോദിക്കപ്പെടുന്ന ഞാൻ ചോദിക്കുന്ന നിങ്ങളെക്കാൾ അറിയുന്നവൻ അല്ല. സത്യത്തിൽ വന്നത് സഹാബത്തിന് ദീന് പഠിപ്പിക്കാൻ വന്നതാണ്. ദീനിന്റെ കാര്യങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അറിയാത്തോണ്ട് ചോദിക്കല്ല, ഇവര് കേൾക്കാൻ വേണ്ടി. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അടുത്ത ചോദ്യം, ഇതിന്റെ അടയാളങ്ങൾ വല്ലതുണ്ടോ? അടയാളങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടയാളം പറഞ്ഞു കൊടുത്തു. അൻതലിദൽ അമതു റബ്ബതഹ, അടിമ യജമാനത്തിയെ പ്രസവിക്കുക. അടിമ യജമാനത്തിയെ പ്രസവിക്കുക. ഇത് സാധാരണ നാട്ടിൽ നടപ്പില്ലാത്തൊരു പരിപാടിയാണല്ലോ. അടിമ യജമാനത്തിയെ പ്രസവിക്കുക. എന്താണ് ഇതിന്റെ മാന? ഇതിന്റെ അർത്ഥം എന്താ? മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ പല വ്യാഖ്യാനങ്ങളും നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ടൊരു വ്യാഖ്യാനം, ഉമ്മ പ്രസവിച്ച ഉമ്മ അടിമയെ പോലെയും പ്രസവിക്കപ്പെട്ട മക്കള് യജമാനെ പോലെയും പ്രവർത്തിക്കുക. അൻതലിദല്ലമതു റബ്ബതഹ, അടിമ യജമാനെ പ്രസവിക്കുക പറഞ്ഞാൽ പ്രസവിക്കപ്പെട്ട കുട്ടി യജമാനെ പോലെ പെരുമാറുക, പ്രസവിച്ച ഉമ്മയോ അടിമയെ പോലെ പെരുമാറുക. ഇത് നമ്മളെ നാട്ടിൽ നടപ്പുണ്ടോ ഇല്ലേ? മക്കളെ പേടിച്ചാണ് ഉമ്മയും വാപ്പയും ജീവിക്കണത്. 15 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മക്കളെ പേടിയാണ്. ചിലർക്ക് അതിന്റെ മുമ്പേ പേടിയാണ്. മക്കളെ പേടിച്ച് ജീവിക്കുക. മക്കൾ പോണ്ടാറിന് പോവില്ല, മക്കൾ ഇരിക്കാൻ പറഞ്ഞിരിക്കും, മക്കൾ അവിടെ കിടക്കാൻ പറഞ്ഞ കിടക്കും, മക്കൾ കയ്യൊന്തിക്കാൻ പറഞ്ഞ കയ്യൊന്തിക്കും. ഈ അവസ്ഥയിലേക്ക് മക്കൾ എന്ത് പറഞ്ഞോ, മക്കൾ യജമാനനാവുന്നു, ഉമ്മയും വാപ്പയും അടിമകളാവുന്നു. ഇത് ഈ കാലത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അധിക വീടുകളിലും മക്കളെ കൊണ്ട് ഉമ്മയും വാപ്പയും കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളും നേരാൻ ദ്വാർക്കണം. മക്കളെ വളർത്തുന്നിടത്ത് ഛർദ്ദിക്കൂല. പിന്നെ കേട് വന്നതിന് ശേഷം ഇങ്ങനെ കുറെ ദ്വാ. ഈ സമയത്ത് ചില കാര്യങ്ങൾ ചെയ്യണമല്ലോ. മക്കൾ വളർത്തുമ്പോ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. പിന്നീട് കൈവിട്ടു പോയതിനു ശേഷം അത് മാതാപിതാക്കളുടെ ഒരു അന്തക്കേടാണ്. ഈ കുട്ടി ദുന്യാവിൽ വലിയ സ്ഥാനമാനങ്ങൾ, വലിയ സൗകര്യങ്ങൾ, വലിയ സമ്പത്ത്, വലിയ ജോലിയൊക്കെ കിട്ടി, ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിയാല് ഇവൻ ഇന്നെങ്ങനെ ഏറ്റി നടക്കുന്ന സാധു ഉമ്മയും വാപ്പിയും വിചാരിക്കാണ്, അന്തല്ലാത്തോണ്ട്. അപ്പൊ പിന്നെ കുട്ടിക്ക് ദീന് പഠിപ്പിക്കൂല. ഈ ദീന് പഠിക്കുമ്പോഴാണല്ലോ ആരാണ് ഉമ്മ ആരാണ് വാപ്പാന്ന് തിരിയ. അത് പഠിപ്പിക്കൂല. പിന്നെ ഈ കുട്ടിനെ ഭൗതികമായി മാത്രം അങ്ങനെ അഴിച്ചുവിടും. ചെറുപ്പത്തിലെ 10ാം ക്ലാസ്സിൽ ജയിച്ചാൽ എന്താ സമ്മാനം? മൊബൈൽ ഫോൺ. അതോടുകൂടെ തീരുമാനമായി. പിന്നെ ഈ പറഞ്ഞ പോലെ ഉമ്മാനെ എങ്ങനെ അടക്കി നിർത്താന്ന് കുട്ടി യൂട്യൂബിൽ സെർച്ച് ചെയ്യണം. അതോടുകൂടെ പിന്നെ കാര്യം തീരുമാനമായി. ഈ മൊബൈൽ ഫോൺ കുട്ടികളുടെ കയ്യിൽ കൊടുക്കുന്നതോടുകൂടെ സംഗതി ക്ലിയറായി. പിന്നെ ഒരു ഭാഗത്ത് അവിടെ ഇങ്ങനെ കുത്തിരുന്നാൽ മതി, ബാക്കി കോല് നിയന്ത്രിച്ചോളൂ. അപ്പോൾ വീടുകളിൽ മക്കൾ യജമാനന്മാരാകുന്നു, ഉമ്മയും വാപ്പയും അടിമകളാകുന്നു. ഇത് വീട്ടിലത്തെയും പ്രശ്നമാണ്. വളർത്തുന്നോടത്ത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് പ്രശ്നമാണ്. LP സ്കൂളത്തെ കുട്ടികൾ ലഹരി ഉപയോഗിക്കുകയാണ്. കൂള് എന്ന് പറഞ്ഞൊരു സാധനമായിരുന്നു. അത് മണമൊന്നുമില്ല. അത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആരും അറിയില്ല, വെച്ചതായിട്ടും അറിയില്ല, അങ്ങനെ പൊന്തി നിൽക്കൊന്നുമില്ല, മണമില്ല. അതൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ നടക്കുന്നു LP സ്കൂളത്തെ കുട്ടികൾ വരെ. 1ാം ക്ലാസ് കുട്ടിപ്പെടുത്ത് പറഞ്ഞില്ലേ, ഉസ്താദേ ഞാൻ കള്ളുടിച്ചിക്കണെന്ന്. ഈ ഒരു അവസ്ഥയിലേക്ക് സ്കൂളിൽ എന്താണ് സ്കൂളിനെ കുറ്റം പറയാൻ കാരണം ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണത് അവിടെ ആയതുകൊണ്ടാ. അത് മദ്രസയിലാണെങ്കിലും ശ്രദ്ധിക്കണം, സ്കൂളിലാണെങ്കിലും ശ്രദ്ധിക്കണം. എന്താണ് സ്കൂളുകളിൽ കുട്ടികൾ തമ്മിൽ നടക്കുന്നത് എന്ന് അറിഞ്ഞ ഒരു രക്ഷിതാവിന് 1ാം ക്ലാസ്സിലേക്ക് പോലും കുട്ടനെ പറഞ്ഞേക്കാൻ തോന്നൂല. അറിയാത്തോണ്ടാണ്. നമ്മളറിയണില്ല, നമ്മൾ വേറെ ലോകത്താ. എന്താണ് സ്കൂൾ നടക്കുന്നത് കുട്ടികളെ വിളിച്ചിട്ട് ശരിക്കൊന്ന് കൗൺസിലിംഗ് ചെയ്ത് നോക്കിയാൽ 1ാം ക്ലാസ്സിലേക്ക് പോലും ശരിക്കും അന്തള്ള ഒരു ഉമ്മയും വാപ്പയും കുട്ടനെ പറഞ്ഞേക്കൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മക്കളൊക്കെ സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈ ഒരു കാലത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പ്രവേശിക്കുന്നില്ല. ആ ഹദീസിന്റെ ബാക്കി ഭാഗം ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതിപ്പോ ഉണ്ടോ ഇല്ലെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്, നമുക്കൊരു ബോധം വരാൻ. ആ ഹദീസിന്റെ ബാക്കി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, وأن ترى الحفاة العراة العالة رعاء الشاء يتطاولون في البنيان. നിങ്ങൾക്ക് കാണാം
ചെരുപ്പില്ലാത്ത, ശരിക്ക് തുണികുപ്പായ എടുക്കാനില്ലാത്ത, വളരെ പാവപ്പെട്ട നിലക്ക് ജീവിച്ചിരുന്ന ആളുകൾ, ആടുമേച്ച് കൃഷി ചെയ്ത് കന്നുകാലികളെ നോക്കി ഇങ്ങനെ വളർന്ന ആളുകൾ വലിയ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിമാനം പറഞ്ഞ് ഫഖ്റ് പറഞ്ഞ് അതിൽ മേൽമത്തരം കാണിച്ച് വൽപ്പത്തരം കാണിച്ച് നടക്കുന്നതായിട്ട് കാണാം ഖിയാമത്ത് നാളിന്റെ അടയാളം. ഇതൊന്നുണ്ടല്ലേ? ഒരു 50 കൊല്ലം മുമ്പ് നമ്മുടെ ഉമ്മാരും ഉപ്പാരും വല്ലിപ്പാരും വല്ലിമാരും ജീവിച്ചിരുന്ന ഈ പറഞ്ഞ രൂപത്തിൽ ചെരുപ്പില്ലാതെയായിരുന്നു. മഹാനായ കോയക്കുട്ടി ഉസ്താദ് അവർ പറയുന്നുണ്ട്, ഞാൻ ചെരുപ്പ് വാങ്ങിയത് മുദരിസായതിനു ശേഷമാണ്. ചെരുപ്പില്ലാതെ ജീവിച്ചവർ, അവർക്ക് ശരിക്കും തുണികുപ്പായിടാനില്ല, ഒന്നേ ഉള്ളൂ, അത് തിരുമ്പി ഉണങ്ങിയിട്ട് വേണം അടുത്തിടാൻ. ശരിക്കും ഭക്ഷണമില്ല, ഫക്കീറന്മാരായിരുന്നു, ആടുമേച്ച് കൃഷി ചെയ്ത് ഇങ്ങനെ ജീവിക്കായിരുന്നു. ആ ആളുകളാണ് പിന്നീട് എന്തായി മാറുന്നത്? ഇത് ആൾക്കാരെ പ്രശ്നമല്ല, ഇത് സമയമാണ്. ഈ സമയം ഖിയാമത്ത് നാളിന്റെ അടയാളം എന്നാ പറഞ്ഞു വരുന്നത്. ഇത് ആൾക്കാരെ പ്രശ്നം എന്നല്ല. അങ്ങനെ നടന്നിരുന്ന ആളുകൾ പിന്നീട് സമ്പന്നന്മാരാകുന്നു, വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു, അതിലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫഖർ പറഞ്ഞ് അവിടെ തേച്ച് ഇവിടെ മിനുക്കി അത് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി, ഇതന്നെ വെറും ഈ ഒരു വീടും വണ്ടിയും സ്ഥലവും സൗകര്യങ്ങളും ഇതുമ്മ മനുഷ്യൻ കടന്ന് കെട്ടിമറിയന്നല്ലേ. ഇത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് ഹദീസുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഇനി കൂടുതൽ സമയമൊന്നും നമ്മളാരും കാണണ്ട. ഓരോ ഹദീസുകൾ കേൾക്കുമ്പോ ആ കാലത്തൊക്കെ ഇമാമിയങ്ങള് പഠിച്ചോനെ ഇപ്പൊ തന്നെയാണല്ലോ എന്ന് വിചാരിച്ചിരുന്നു. ഞാൻ തന്നെ ഈ ഖിയാമത്ത് നാളിന്റെ ഹദീസുകൾ ഒരു 10 കൊല്ലം മുമ്പ് വായിച്ചപ്പോ ഇത് ഇപ്പൊ അടുത്തൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ ഇപ്പൊ വായിക്കുമ്പോ ഏകദേശം ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട്. 10 കൊല്ലം മുമ്പ് ഇത് വായിക്കുന്ന സമയത്ത് ഇതൊന്നും ഇപ്പൊ അടുത്തൊന്നും നിലവിൽ അന്ന് ഉണ്ടായിട്ടില്ല, ഇനി ഇപ്പൊ അടുത്തൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു. എന്നാൽ അതൊക്കെ നമുക്ക് കാണാൻ പറ്റുകയാണ്. അതുകൊണ്ട് ഈ ലോകമൊക്കെ തീർന്നു. നമ്മൾ തമ്മിൽ 1 സെന്റിനും 1/2 സെന്റിനും ഒക്കെ വേണ്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കണം. ഇതൊക്കെ ഇവിടെ തീർന്നു. ഇനി നാളത്തെ കുറിച്ച് ചിന്തിക്കണം. നാളെ എന്ത് ചെയ്യും? ഇവിടെ നമുക്ക് 1/2 ഏക്കറുണ്ട് അല്ലേ? വീടില്ലെങ്കിൽ അവിടെ വല്ല ഷെഡും കെട്ടി അവിടെ താമസിക്കാം. ആഖിറത്തിൽ എന്ത് ചെയ്യും? ലക്ഷക്കണക്കിന് സമയം വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന മഹ്ശറിൽ എന്ത് ചെയ്യും? സിറാത്തിൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്തല്ല. നമുക്ക് വലിയൊരു സ്ഥലം ഉണ്ടാക്കി, ഒരു സ്ഥലം വാങ്ങി അതിനേക്കാൾ വലിയൊരു വീടുണ്ടാക്കി, വെറും ഇത് മാത്രം, വീടുണ്ടാക്കണതോ സ്ഥലം വാങ്ങണതോ പ്രശ്നമല്ല, ഇത് മാത്രം ചിന്തയായാൽ ആഖിറത്തിനെ കുറിച്ച് ഇനിയിപ്പോ ആരാ ചിന്തിക്കാൻ? നമുക്ക് വേണ്ടി നമ്മുടെ ആഖിറത്തിന് വേണ്ടി ഞാൻ വേറെ ആരെങ്കിലും ചിന്തിക്കോ? നമ്മൾ ചിന്തിക്കണ്ടേ? 1 സെന്റ് അല്ലെങ്കിൽ വേണ്ട 1 ടവല് വിരിച്ചിരിക്കാൻ സ്വർഗത്തിൽ നമുക്ക് സ്ഥലം വേണ്ടേ? അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ചിന്തയിൽ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ നമ്മൾ ജീവിക്കണം. ആ ചിന്തയിൽ നമ്മളൊക്കെ ജീവിക്കണം, നമ്മളൊക്കെ ചിന്തിക്കണം. എന്നായിരിക്കും റബ്ബേ ഞാനൊക്കെ ഈ ഒരു ലോകത്തേക്ക് കടന്നു ചെല്ലുക, അവിടെ ചെല്ലുമ്പോ എന്താണ് നമുക്കൊക്കെ ഉണ്ടാവുന്നത് നമ്മൾ ചിന്തിക്കണം. ഇങ്ങനെ ഇഷ്ടംപോലെ ഹദീസുകൾ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് വന്നതായി നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു മറ്റൊരു ഹദീസ്, യഅതി അലന്നാസി സമാനുൻ, ജനങ്ങൾക്ക് ഒരു കാലം വരാനുണ്ട്, ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു, ഇസ്ലാമിൽ നിന്നും പേരല്ലാതെ ബാക്കിയാവൂല. പേരിന് മുസ്ലിം, പേരിന് ഇസ്ലാം, ഉള്ളിൽ ഇസ്ലാം ഉണ്ടാവില്ല. പേര് മുസ്ലിമിന്റെ പേരായിരിക്കും, ഖൽബിൽ ഈമാൻ ഉണ്ടാവില്ല. അള്ളാഹു ഏകനാണ്, ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അവനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണ്, അവരനുസരിച്ച് ജീവിക്കണം. ഇങ്ങനത്തെ ഒരു ചിന്ത അവന്റെ മനസ്സിലുണ്ടാവില്ല. ഇസ്ലാം പേരിന്, ഇതൊക്കെ പേര്, വെറും പേരുകൾ മാത്രമായി നമ്മൾ മാറുകയാണ്. വലാ മിനദ്ദീനി ഇല്ലാ റസ്മു, ദീനിന്റെ കാര്യത്തിൽ വെറും അതിന്റെ ചില അടയാളങ്ങൾ മാത്രം, ഉള്ളില്ല, കഴമ്പില്ല, വെറും പുറം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. വലാ മിനൽ ഖുർആനി ഇല്ലാ ദർസു, ഖുർആൻ നോക്കി ഖുർആന്റെ ദർസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് ഓതും, അങ്ങനെ വായിക്കും, ഖുർആൻ ഓതും, അത് പഠിപ്പിക്കും. ഖുർആന്റെ ഉള്ളിലേക്ക് നമ്മളൊന്നും ഇറങ്ങി ചെല്ലില്ല. ഖുർആന്റെ ആശയം, നമ്മളെല്ലാ ഇൽമിന്റെ മജ്‌ലിസും ഖുർആന്റെ ഉള്ളാണ് ഈ പറയണത്. ഖുർആന്റെ ഉള്ളറിഞ്ഞ് വേറൊന്നല്ല ഈ പറയുന്നൊക്കെ ഖുർആന്റെ ഉള്ള. അപ്പൊ ഖുർആന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങില്ല. ഇത് പഠിക്കും വായിക്കുകയൊക്കെ ചെയ്യും, ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇറങ്ങൂല. യഅ്മുറൂന മസാജിദഹും, പള്ളി പരിപാലിക്കാൻ അവർ ഉഷാറാണ്. വഹിയ ഖറാബുൻ അൻ ദിക്രില്ലാഹ്, പക്ഷെ അവിടെ അള്ളാഹുവിന്റെ ദിക്റൊന്നും നടക്കണില്ല. ഓരോ പള്ളികൾ നോക്കൂ നിങ്ങൾ, പള്ളി ഏതാണ് പാർക്ക് ഏതാണെന്ന് തിരിയാത്ത അവസ്ഥയിലേക്ക് പള്ളികൾ വലുതായി കഴിഞ്ഞു. പക്ഷെ അതിന്റെ ഉള്ളിൽ
ഖറാബുൻ അൻ ദിക്രില്ലാഹ്, പടച്ച തമ്പുരാന്റെ ദിക്ർ. കൃത്യമായി ജമാഅത്തിന് ആൾ വലിയ സോഫ് ഉണ്ടാക്കും. ഇത് മഹ്ശർ ഇവിടെ വിചാരിച്ചിട്ടാണ് ഇത്രയും വലിയ പള്ളി ഉണ്ടാക്കുന്നത്. അതിന്റെ ഉള്ളിക്ക് നിസ്കരിക്കാൻ ആൾ വരണ്ടേ? അവിടെ ദിക്ർ, അള്ളാഹുവിന്റെ ദിക്റില്ല, ഇൽമില്ല, ദർസില്ല, തഅലീമില്ല, തദ്രീസില്ല, ദിക്റിന്റെ മജ്ലിസുകളിൽ ഒന്നുമില്ല. പള്ളി വലിയ പള്ളി, യഅ്മുറൂന മസാജിദഹും, അവരെ പള്ളിയൊക്കെ അവർ പരിപാലിച്ച് പമ്പം പള്ളിയാക്കും. വഹിയ ഖറാബുൻ അൻ ദിക്രില്ലാഹ്, അവിടെ അള്ളാഹുവിന്റെ ദിക്റില്ല, ജമാഅത്തില്ല, തസ്ബീഹില്ല, അദാദില്ല, ഒരു പരിപാടിയില്ല. ഇങ്ങനെ ഇതൊക്കെ നമ്മൾ കാണുകയാണ്. വീടിന് പള്ളികൾ പെരുകാണ്. പള്ളികൾ പെരുകി അവിടെ നിന്ന് കൃത്യമായിട്ട് ഇപ്പൊ പഴയ കാലത്ത് നോക്കി നിങ്ങൾ ആ പള്ളി എപ്പോഴും സജീവമായിരിക്കും. എന്തുകൊണ്ട്? എത്തിക്കാഫിന് വരുന്ന ആൾക്കാരുണ്ടാവും. ആൾക്കാർ എത്തിക്കാഫിന് വരുന്ന പോലെ ഉണ്ടാവും. ഇപ്പോൾ വിദേശത്തൊക്കെ പോയാൽ നമുക്കത് കാണാം. എപ്പോഴും എത്തിക്കാഫിൽ ആളുണ്ടാവും, ഖുർആൻ ഓതാൻ എപ്പോഴും ആളുണ്ടാവും. ഇന്നിപ്പോ അതൊന്നുമില്ല. വഹിയ ഖറാബുൻ അൻ ദിക്രില്ലാഹ്, പള്ളികൾ അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് ശാന്തമായി പോകുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു, നശിച്ചു പോകുന്നു. ഈ അടയാളങ്ങളൊക്കെ നമ്മളിന്ന് കാണുകയാണ്. ഇസ്ലാമിന്റെയും ദീനിന്റെയും കോലങ്ങൾ മാത്രം. വെറും ഒരു കാട്ടിക്കൂട്ടല്, അങ്ങനെ നാലാളെ കാണിച്ചാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു കളി, എല്ലാം ഒരു കളി. നാലാളെ കാണാനും നാലാളെ അറിയാനും മറ്റൊന്നറിയാനും ജുഷാറാണെന്ന് പറയാൻ, അതിനും വേണ്ടിയിട്ടുള്ള കളികൾ. നാലാളറിയുമ്പോൾ ഒരു സന്തോഷം, ഇതിനെ റബ്ബ് കാണണം, റബ്ബിന് എന്നെ തൊട്ട് റിളാ, തൃപ്തി വരണം എന്നലക്കൊന്നല്ല. നാലാൾ അറിയാനും കേൾക്കാനും അതിനും വേണ്ടിയിട്ടുള്ള കാട്ടിക്കൂട്ടലുകൾ മുഴുവൻ. നോക്കൂ, പരിശുദ്ധമായ ഹജ്ജും ഉംറയും പോലും ആ ഒരു അവസ്ഥയിലേക്കായിരിക്കും. ഇപ്പൊ നമ്മള് ഉംറക്ക് ഒരാൾ ഹജ്ജിന് പോവാണ്, ഹജ്ജിന് പോണ വിവരം അറിയിക്കൽ നല്ലതാണ്. എന്തേ? ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്യാനൊക്കെ പറ്റുമല്ലോ. യാത്ര പോകുമ്പോൾ പറഞ്ഞു പോവുക, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ദ്വാ വസിയത്തൊക്കെ ചെയ്യാൻ നല്ലതാണ്. പക്ഷെ ആ സംഗതി നമ്മളെ മനസ്സിൽ വരികയാണ്, ഞാൻ ഹജ്ജിന് പോവാണ്, എനിക്ക് അങ്ങനെ ഒരു പേര് വരാൻ പോവാണ്, ഒന്ന് ഉഷാറാവാൻ ആ മനസ്സിൽ തോന്നിയാൽ ഈ ലക്ഷക്കണക്കിന് റുപ്യ കൊടുത്ത് പോണ ഹജ്ജ് വെറുതെ. അവിടെ മഹാന്മാര് പറയുന്നു, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അല്ലാഹുവിന്, അപ്പൊ പിന്നെ രഹസ്യം ചെയ്യണം എന്നാണ്. ഉംറ ആയാലും അങ്ങനെ തന്നെ, നാലാളെ അറിയിച്ച് ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ അറിയണതിന് കുഴപ്പമില്ല. സ്വതക്ക കൊടുക്കുമ്പോ അറിഞ്ഞും കൊടുക്കണം, അറിയാതെയും കൊടുക്കണം. അറിഞ്ഞു കൊടുക്കുമ്പോ നാലാൾ അത് കണ്ടു കൊടുക്കുമല്ലോ, അറിഞ്ഞും കൊടുക്കുക, അറിയാൻ കൊടുക്കും. പക്ഷെ അറിയൽ ആവരുത് ലക്ഷ്യം. പരിശുദ്ധമായ ഹറമിലും മത്താഫിലും ഒക്കെ വെറും ഒരു ഫോട്ടോ എടുക്കൽ, തവാഫ് അതിന്റെ വീഡിയോ നാട്ടിൽ അയച്ചു കൊടുക്കുക. എന്താവശ്യത്തിന്? അള്ളാഹുവിന്റെ തിരുനോട്ടം കിട്ടുന്ന ഏറ്റവും സവിശേഷമായ ഒരു സ്ഥലത്ത് പോയിട്ട് ഹജറുൽ അസ്വദിന്റെ അവിടെ തിരക്കണ ഫോട്ടോ എടുത്തു കൊടുക്കുക, വീഡിയോ എടുത്തു കൊടുക്കുക. ആരെ തിരക്കണോ? ഓൻ തിരക്കണ വീഡിയോ നാട്ടിൽ വിട്ടു കൊടുക്കുക. കാബന്റെ കില്ല പിടിച്ചോ അങ്ങനെ തിരക്കുക, എന്നിട്ട് വീഡിയോ എടുത്തിട്ട് അങ്ങനെ വിട്ടുകൊടുക്കാൻ തിരക്കണേ. പടച്ചോൻ ഇങ്ങനെ വാട്സപ്പ് കൂടി ബന്ധപ്പെടണമാതിരി. പടച്ചോനോട് പറയാനുള്ളത് എന്തിനാ വേറൊരുത്തനോട് പറയുന്നത്? അതിന്റെ വീഡിയോയും ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം. പരിശുദ്ധമായ കാബയിലേക്ക് അവിടെ പോയ പല ആളുകളെയും കാണാറുണ്ട്. കാബയിലേക്ക് മൂട് തിരിച്ച് നടക്കാറില്ല പല ആളുകളും. അങ്ങനെ ബാക്കോട്ട് കാബയിൽ നടന്നു പോകുന്ന ആൾക്കാരെ കാണാം. അതെന്താ? മനസ്സിൽ ഒരു ബഹുമാനം ഉണ്ടായതുകൊണ്ടാ, എന്റെ പിൻഭാഗം കാബയിലേക്ക് തിരിയരുത് എന്ന്. അങ്ങനെ ചില ആളുകൾ കാണാം. അവിടെ പോയിട്ട് ആ മത്താഫിൽ നിന്ന് തിരക്കിന്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. എന്തോ ഒരു ഇതാണ്. ഇസ്ലാമിന്റെ കോലവും പേരും മാത്രം ബാക്കിയാവുന്നു, ഉള്ളിൽ ഈമാനില്ല. ഇത് പടച്ച തമ്പുരാന്റെ ഖിബലയാണ്, പടച്ച തമ്പുരാന്റെ കാബയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കെട്ടിപ്പൊക്കിയ കാബ. അവിടെ വന്നിട്ട് ഫോട്ടോ എടുത്ത് വീഡിയോയിലേക്ക് ഞാൻ തവാഫ് ചെയ്യാണ്, ഞാൻ സഅയ് ചെയ്യാണ്, ഞാൻ ഉംറയാണ്, ഞാൻ ഇഹ്റാം കെട്ടുകയാണ് എന്ന് പടച്ചവനോട് നിയ്യത്ത് വെക്കുന്നത് പോലെ നാട്ടിക്ക് മെസ്സേജും ഫോട്ടോ ഇട്ടുകൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് എല്ലാവരും മാറിപ്പോകുന്നത്. അവർക്കൊരു കാലം വരാനുണ്ട്. ആ കാലത്ത് കോലങ്ങൾ മാത്രമായിരിക്കും, കാട്ടിക്കൂട്ടലുകൾ മാത്രമായിരിക്കും, ഇതിന്റെ വെറും പുറംമോടി മാത്രമായിരിക്കും, ഉള്ളിൽ കാഴ്മുണ്ടാവില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ചാരത്ത് ചെല്ലുമ്പോ ആ മദീനയുടെ മുറ്റത്തൂടെ ചെരുപ്പിട്ട് നടക്കാൻ ശരിക്ക് ഇഷ്ഖ് ഖൽബിൽ ഈമാനുള്ള ഒരു മനുഷ്യന് സാധിക്കൂല. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ എത്തിക്കഴിഞ്ഞാൽ വാഹനപ്പുറത്ത് നിന്നിറങ്ങി ഭവ്യതയോടുകൂടെ അതവോടുകൂടെ ആയിരുന്നു മദീനയിലൂടെ നടന്നിരുന്നത്. ബഹുമാനപ്പെട്ട ഹബീബ് അവിടെ കിടക്കുകയാണ്. പച്ചക്കുബ്ബ കാണൽ തുടങ്ങിയാൽ പിന്നെ ചെരുപ്പിട്ട് നടക്കാൻ കഴിയൂല. ചെരുപ്പിട്ട് നടക്കേണ്ട സ്ഥലമാണ്, ചൂടുണ്ടാവും. പക്ഷേ ചെരുപ്പിട്ട് നടക്കാൻ എങ്ങനെ കഴിയും? മുസ്തഫ നബി അല്ലേ ആ കാണുന്നത്, ആ പച്ചക്കുബ്ബക്ക് താഴെ നടക്കാൻ കഴിയൂല. അവിടെ പോയിട്ടും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും അങ്ങോട്ട് മൂട് തിരിച്ചു വെക്കാനും
ഇന്ന് ആളുകൾക്ക് കഴിയുന്നത് എന്തുകൊണ്ടാണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഇതിന്റെ ഉള്ളൊന്നുമില്ലാത്ത കാട്ടിക്കൂട്ടലുകളും കോലം കെട്ടലും വേഷം കെട്ടലുമായ കാലം ആ കാലായതുകൊണ്ടാണ്. ഇതിന്റെയൊക്കെ എല്ലാ ഹുർമത്തും കളയാണ്. പരിശുദ്ധമായ മത്താഫിലും കഅബന്റെ അവിടെയൊക്കെ ഇതിന്റെ ഹുർമത്ത് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കും. എല്ലാം കോലങ്ങൾ മാത്രം. ഒരു ഉദാഹരണം പറയാം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സ്റ്റാറ്റസ് ഇടും, ഇന്നാലിന് ആളുകൾ മരിച്ചു, അല്ലാഹു മഗ്ഫിർ ലഹു എന്നിങ്ങനെ എഴുതും. എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് എഴുതും. ഈ സ്റ്റാറ്റസ് കാണുന്ന ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കുമോ? ഇല്ല. വെച്ചപ്പം പ്രാർത്ഥിച്ചിക്കണോ? ഇല്ല. കോലം, വെറും കാട്ടിക്കൂട്ടലും കോലം. എല്ലാവരും ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റാറ്റസ് കാണുന്നവർക്ക് പ്രാർത്ഥിച്ചാൽ കുത്തിരിക്കണ പണിയാ. ഇതിന്റെ അപ്പുറത്തുപ്പുറത്തുള്ള സ്റ്റാറ്റസിന്റെ കോലം വേറെ ഇല്ലേ? ഈ സ്റ്റാറ്റസ് കാണുന്ന ഇത് ആരെങ്കിലും ദ്വാർക്കലുണ്ടോ? പിന്നെ ഈ ഇട്ട ആളോ ഇവൻ ദ്വാർന്നിക്കണോ? ഓനും ദ്വാർന്നിട്ടില്ല. ഒരു മനുഷ്യൻ മരിച്ച ആണ്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വരും, അൽ ഫാത്തിഹ സ്റ്റാറ്റസ് വരും. എല്ലാവരും ഒരു ഫാത്തിഹ ഓതുക. ഒബനോ ഓതിക്കണം, ഓനോ ഓതിയിട്ടില്ല. ഇനിയിപ്പോ അത് കാണുമല്ലോ ഓതുമില്ല. വെറുതെ കാട്ടിക്കൂട്ടൽ. ഇതൊന്നും ഇടാൻ നിൽക്കണ്ടല്ല. ആ ഇടുന്ന സമയം മതിയല്ലോ ഓനൊരു ഫാത്തിഹ ഓതാൻ. ആ മനുഷ്യൻ എത്ര കൂലി കിട്ടും? വെറും കോലം കെട്ടലായി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വല്ലാത്ത അപകടം എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിന്റെ അടയാളം. വെറും കോലം കെട്ടലായി നമ്മളെ ദീന് മാറരുത്. കുറച്ച് അന്തസ്സത്ത് വേണം, ഇതിനൊക്കെ ഉള്ളു വേണം. കൽബറിഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ ഏർപ്പെടണം. അല്ലെങ്കിൽ ഇതൊക്കെ സ്റ്റാറ്റസിൽ എന്തിനാ അള്ളാഹു നീ പുറത്തു കൊടുക്കണേ? സ്റ്റാറ്റസിൽ പഠിച്ചോന്ന് രാവിലെ നീച്ച് സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് പുറത്തു കൊടുക്കാം. ഓനക്കൊരു വെറൈറ്റി കൊടുക്കാം, ഓന്റെ കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കാം. സ്റ്റാറ്റസ് നോക്കിയിട്ടാ പഠിച്ചോന്ന് തീരുമാനിക്കല്. ഇതൊക്കെ നിന്റെ സ്റ്റാറ്റസിൽ എഴുതി വിടുന്നു അള്ളാഹുവെ നീ പുറത്തു കൊടുക്കണേ. നേർക്ക് കൽബോണ്ടാണ് പറഞ്ഞാൽ പോരെ, തൊള്ളോണ്ട സ്റ്റാറ്റസ് എഴുതി ഇടേണ്ട ആവശ്യം എന്താ? ഇത് നമ്മൾ ഒരു അന്തല്ലാത്തവരായി മാറിയിരിക്കുന്നു എന്നതിനർത്ഥം. ആഖിറത്തെ കുറിച്ച് ചിന്തയില്ലാത്ത, ഇതൊക്കെ എന്തിനു ചെയ്യുന്നു, ഇതിന്റെ ലക്ഷ്യം എന്താണ്, ഇതൊന്നും മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരായി നമ്മൾക്ക് മാറിപ്പോയിരിക്കുന്നു എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതുപോലെ ചിന്തിക്കാനും നല്ല രീതിയിൽ ജീവിക്കാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഖിയാമത്ത് നാളിൽ നമ്മൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ നിന്ന് എണീറ്റിട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്റെ ഉമ്മത്തിന്റെ കാര്യം എന്തായി? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആദ്യമായിട്ട് വരുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാം വരുമ്പോ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് ഉണ്ടാവും. എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ടാണല്ലോ ജിബ്രീൽ അലൈഹി സ്വലാം വരിക. മുസ്തഫ നബിയാണല്ലോ ആദ്യം ഖബറിൽ നിന്ന് എണീക്കുക ഖിയാമത്ത് നാളിൽ. എണീറ്റ് ഫസ്റ്റത്തെ ചോദ്യം, എന്റെ ഉമ്മത്തിന് എന്തേ കാട്ടി ജിബ്രീൽ അലൈഹി സ്വലാം? എന്നിട്ട് പറയുന്നുണ്ട്, അവര് നരകത്തിലെത്തിയ വിവരം പറയാൻ വന്നതായിരിക്കില്ലേ എന്ന് മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബേജാറ് ചോദിക്കുക. എന്റെ ഉമ്മത്ത് നരകത്തിലെത്തിയ വിവരം അറിയിക്കാൻ വേണ്ടി നിങ്ങൾ വന്നതായിരിക്കില്ലേ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നത് നമ്മുടെ നേതാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ അലൈഹി സ്വലാം പറയുന്നവരോട്, നബിയെ അതിന് ആരും നീച്ചിട്ടില്ലല്ലോ, നിങ്ങളല്ല ആദ്യം നീച്ചത് എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. നമ്മളെ കുറിച്ചാ ചോദിക്കുക. പിന്നെ ചോദിച്ചു, എന്റെ അബൂബക്കറും ഉമറും ഉസ്മാനും ഇവരൊക്കെ എവിടെയെന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണീറ്റ് ഒരു അമ്പരപ്പുണ്ടാവുമല്ലോ, അതിൽ എന്റെ ഉമ്മത്തിനെ കുറിച്ചാ ചോദിച്ചു. നമ്മളെ കുറിച്ചാ ചോദിക്കുന്നത്. നമ്മളെന്തായി? അതുകൊണ്ട് ആ ഹബീബ് നമ്മളൊക്കെ കൽബിലേറ്റിട്ട് നെഞ്ചിലേറ്റി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരിക്കും സ്നേഹിച്ച്, കൽബിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ച് തെറ്റുകുറ്റങ്ങൾ നിന്നൊക്കെ മാറിന്ന് എന്റെ നബി ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, മദീനയിൽ നിന്നൊക്കെ കാണുന്നുണ്ട്, അള്ളാഹു കാണുന്നുണ്ട്. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പോലും അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞിട്ടുണ്ടാവില്ല, നമ്മളെ ഉമ്മയും വാപ്പിയും പറഞ്ഞിട്ടുണ്ടാവില്ല, നമ്മളെ മക്കൾ പറഞ്ഞിട്ടുണ്ടാവില്ല എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേന്ന്. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ആ സ്പോട്ടിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ ഉമ്മത്തിന്റെ അമലുകൾ മുസ്തഫ നബിക്ക് ഖബറിൽ വെച്ച് വെളിവാക്കി കൊടുക്കും. അവിടുന്ന് നിങ്ങൾ തെറ്റ് ചെയ്താൽ പടച്ചോനെ പുറത്തു കൊടുക്കണേ എന്ന് പറയുന്നുണ്ട്. നമ്മളൊരു നന്മ ചെയ്യുന്നത് കണ്ടാൽ, ഈ മജ്ലിസിൽ വന്നിരിക്കണുണ്ടാൽ, ദ്വാരക്കണുണ്ടാൽ, ഖുർആൻ ഓതുന്നുണ്ടാൽ, അതൊക്കെ അല്ലാഹു വെളിപ്പെടുത്തി കൊടുക്കുമ്പോ അവിടുന്ന് സന്തോഷിക്കുന്നുണ്ട്. മദീനയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതൊരു കാണാമറയാ ലോകത്താന്ന് വിചാരിക്കണ്ട. നമ്മളെ റൗദന്റെ സൈഡിൽ കൂടി പോകുമ്പോ 2-3 മീറ്റർ അപ്പുറത്താണ് മുസ്തഫ നബി കിടക്കുന്നത്. ശരീരത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഒന്നും പറ്റിയിട്ടില്ല. 14-ാം രാവിന്റെ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന മുഖവുമായി മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മണ്ണിന് താഴെ കിടക്കുകയാണ്. ശരീരത്തിനൊന്നും പറ്റിയില്ലല്ലോ. ബഹുമാനപ്പെട്ട സുമയ്യ ബീവിന്റെ ഖബർ പരിശുദ്ധമായ ഹറമിന്റെ തൊട്ടടുത്താണ് മക്കയിൽ. ഈ അടുത്ത് ആ ഖബർ മാന്തി ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ജോലിക്ക് വന്ന ഒരു പണിക്കാരൻ പറഞ്ഞു, ചോര കണ്ട് പണി നിർത്തി. 1400 കൊല്ലം മുമ്പത്തെ ചോര. ശരീരത്തിൽ നിന്ന്
ചോരയുടെ പാടുകൾ, പൊട്ടാത്ത പൊട്ടിക്കിടക്കുന്ന മുറിവുകൾ കണ്ടിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കേണ്ട പണി നിർത്തിവെച്ചു സുമയ്യ ബീവിന്റെ മഖബറയിൽ, ഹറമിന് തൊട്ട് സമീപം. അപ്പൊ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കിടക്കുകയാണ്. ആ ആദരവ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പള്ളിയിൽ നിന്ന് ഒരാളോട് ദേഷ്യപ്പെട്ടു. എന്തേ? അയാൾ ഉറക്കനെ സംസാരിച്ചു. ഇവിടെ മുത്തുനബി കിടക്കുന്നുണ്ടല്ലോ, ബോധം അണക്കില്ലടോ എന്ന് ചോദിച്ചു. മുത്തുനബിനേക്കാൾ ശബ്ദം ഉയരാൻ പാടില്ല എന്ന് അറിയില്ലെന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട ആയിഷ ബീവി ആ വീട്ടിലേക്ക്, ആ റൂമിലേക്ക് കടക്കുമ്പോ, മുസ്തഫ നബി ഭർത്താവാണ്, കടക്കുമ്പോ കുഴപ്പമില്ല. വീട്ടിലാവുമ്പോ സ്ത്രീകൾ ശരീരം മുഴുവൻ മറക്കൂലല്ലോ. വീട്ടിൽ ജോലിക്കൊക്കെ ആവശ്യമായ ഒരു വസ്ത്രമാണല്ലോ ഉണ്ടാവുക. ആ വീട്ടിന്റെ ഉള്ളിലാണല്ലോ മുസ്തഫ നബിന്റെ ഖബറുള്ളത്. മുസ്തഫ നബിന്റെ വഫാത്തിന് ശേഷം ആ റൂമിക്ക് കടക്കുമ്പോ ഒന്നും ശ്രദ്ധിക്കാറില്ല, സാധാരണ പോലെ തന്നെയാണ്. പിന്നീട് വന്ന് അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖബർ, ആ വീട്ടിൽ തന്നെ, ആ റൂമിൽ തന്നെ, ആയിഷ ബീവിന്റെ റൂമിൽ. അത് വാപ്പയാണ്, അവിടേക്ക് കടക്കുമ്പോ ഒന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷെ പിന്നീട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഖബർ അവിടെ വന്നു. ആ സമയത്ത് പിന്നെ ആ റൂം ആയിഷ ബീവി ശരീരം ശരിക്കും മറച്ചിട്ടാ പോവുക. എന്തേ? മരിച്ചുപോയി അറിയുമ്പോ ഒന്നായിട്ട് പോയി എന്നല്ല അർത്ഥം, തൽക്കാലം മറഞ്ഞു എന്നാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അവിടെ കിടക്കുന്നുണ്ട്. അത് അന്യപുരുഷനാണ്, എനിക്ക് കാണാൻ പറ്റില്ല, മറ സൂക്ഷിക്കേണ്ട ആളാണ്. അപ്പൊ ആ ഒരു ജീവിതകാലത്തുള്ളത് പോലത്തെ ഒരു അവസ്ഥയായിരുന്നു വഫാത്തിന് ശേഷവും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനോട് ആയിഷ ബീവി പുലർത്തിയെന്ന് കാണാം. മരണപ്പെട്ട ആളുകള്, മഹാന്മാര്, ഇവരൊക്കെ എല്ലാം നഷ്ടപ്പെട്ടു പോയി, എല്ലാം കഴിഞ്ഞു നമ്മൾ വിശ്വസിക്കണ്ട. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സ്നേഹിച്ചുകൊണ്ട് മദീനയിലുണ്ട്. നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ നമ്മുടെ അഡ്രസ് സഹിതം അവിടെ മദീനയിൽ പരിശുദ്ധമായ റൗളക്ക് സമീപം എത്തിച്ചു കൊടുക്കാൻ അല്ലാഹു മലായികത്തിനെ നിശ്ചയിച്ചിട്ടുണ്ട്. ഈ ബോധത്തിൽ മുസ്തഫ നബിനെ നമ്മൾ ഹൃദയത്തിലേറ്റി ശരിക്കും പോലെ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഇത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല മൂമിനായി നല്ല നിലക്ക് ജീവിച്ച് നല്ല നിലക്ക് മരിക്കാൻ നമുക്കൊക്കെ സാധിക്കണം. നമ്മുടെ മക്കളുടെ കാര്യത്തിലൊക്കെ നമുക്കൊരു ശ്രദ്ധ ഉണ്ടാകുന്നത് നല്ലതാണ്. പലപ്പോഴും പറയുന്നതാണ്, പക്ഷെ മക്കളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നാറില്ല. മക്കളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാകണം. കാരണം നാളെ നമ്മൾ മരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉപകാരം കിട്ടുന്ന ഒരു വിഭാഗം പ്രധാനപ്പെട്ട മക്കളാണ്. അല്ലെങ്കിൽ നമുക്ക് ജാരിയായ സ്വതക്കയായി കിട്ടുന്ന നിലക്ക് വല്ലതും ചെയ്തു വെച്ചാൽ അതുണ്ടാവും. പിന്നെ നമ്മൾ ഇൽമു പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരിക്കണമെങ്കിൽ അതിങ്ങനെ നിലനിന്ന് പോവുകയാണെങ്കിൽ അത് നമുക്ക് കിട്ടും. പിന്നെ മറ്റൊന്ന് കിട്ടണ നമ്മൾ ഈ മക്കളെ കൊണ്ടാണ്. ഈ മക്കളെ വെറും ദുന്യാവിന് വേണ്ടി നമ്മൾ വളർത്തിണ്ടാക്കിയാൽ എന്ത് കാര്യം? ദുന്യാവിലും ഉപകാരം കിട്ടൂല. എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ദുന്യാവിൽ മക്കൾക്ക് വലിയ സമ്പത്തും വലിയ സ്ഥാനവും ഉണ്ടാവാൻ വേണ്ടിയിട്ട് രാവിലെയും വൈകുന്നേരവും ട്യൂഷനും തലക്കും വിലക്കും കൊടുത്ത് ഈ കുട്ടികൾക്ക് മതബോധമില്ലാതെ, ആരാണ് ഉമ്മ വാപ്പ ദീന് ഇസ്ലാം അള്ളാഹ് റസൂൽ ഇതൊന്നും தெரியாതെ കുട്ടികളെ വളർത്തിയിട്ട് ഇവര് നല്ല ജോലി ഉണ്ടാക്കി വലിയ ശമ്പളം വാങ്ങിയിട്ട് ഇന്നെ ഏറ്റി നടക്കുന്നു നമ്മൾ ആരും അന്തല്ലാത്തോലും വിചാരിക്കണ്ട, തിരിഞ്ഞു നോക്കൂല. എന്നാൽ ഒരു ജോലിക്കും പോവാതെ കൂലിപ്പണിയെടുത്ത് തെങ്ങ് തുറന്ന് നടക്കണോൻ ഉമ്മാനെ ഏറ്റിയടക്കും. ഉമ്മാക്കൊരു സുഖമല്ലെങ്കിൽ ഉമ്മാനെ ഏറ്റിയടക്കും. അപ്പോ ദുന്യാവ് എന്ന നിലക്ക് മക്കളെ വളർത്തരുത്. കുറച്ചൊക്കെ ആഖിറ ബോധത്തിൽ വളർത്തണം. നാളെ മരിച്ചാൽ ഇതിട്ട് എനിക്ക് ഉപകാരം ഉണ്ടാവണം, ഐറ്റങ്ങളെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവണം എന്ന നിലയ്ക്ക് നമ്മളൊക്കെ മക്കളെ വളർത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ മരിച്ചു കിടക്കുമ്പോൾ പഠിച്ചോനെ എൻ്റെ ഉമ്മയും വാപ്പയും പഠിപ്പിച്ചെന്നാണല്ലോ എൻ്റെ നിസ്കാരവും എൻ്റെ നോമ്പും അതൊക്കെ അവർക്ക് ഇതിൻ്റെ കൂലി എത്തിച്ചു കൊടുക്കണേ ആ മകൻ ദ്വാരക്കുമ്പോൾ നമുക്ക് അതിൻ്റെ തണുപ്പ് ഖബറ് കിട്ടും. അല്ല ദുന്യാവിൽ അവരെ കൊണ്ട് എന്തെങ്കിലും കാര്യം കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഈ ദീനില്ലാത്ത രൂപത്തിൽ മക്കളെ വളർത്തിയാൽ ദുന്യാവും പഠിച്ചോ നമുക്ക് തരൂല. ആ മക്കളെ കൊണ്ട് ദുന്യാവിൽ നമുക്ക് ഉപകാരം ഉണ്ടാവില്ല, ആഖിറത്തിൽ ഉപകാരം ഉണ്ടാവില്ല എന്ന ചിന്ത നമുക്കൊക്കെ ഉണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈ ദുന്യാവിന് വേണ്ടി കടന്ന് കെട്ടിമറിഞ്ഞ് പടച്ചോനെ മറക്കുന്നവരിൽ അല്ലാഹു നമ്മളൊന്നും പെടുത്താതിരിക്കട്ടെ. അല്ലാഹുവിനെ ഓർത്ത് ശ്രദ്ധയോടുകൂടെ ഇബാദത്തുകളൊക്കെ ഭംഗിയായി ചെയ്ത് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഖിയാമത്ത് നാളിന്റെ അടയാളങ്ങളെ കുറിച്ച് ഒരുപാട് ഹദീസുകളുണ്ട്. അതൊക്കെ ദീർഘമായി ദിവസങ്ങളോളം ഇരുന്ന് പറയേണ്ട കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് മറ്റു അവസരങ്ങളിലും സമയങ്ങളിലും സന്ദർഭങ്ങളിലും അതിനെക്കുറിച്ച് നമുക്കൊക്കെ സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒക്കെ പാപങ്ങൾ പുറത്തു തരട്ടെ. മാരകമായ അസുഖങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മജ്ലിസിന്റെ ബറക്കത്തുണ്ട്, മഹാന്മാരായ സഹാബുൽ ബദറിന്റെ ബറക്കത്തുണ്ട്. നമ്മുടെ രോഗങ്ങളൊക്കെ അല്ലാഹു ശിഫയാക്കി തരട്ടെ. ഒരാളുടെ മുമ്പിലും അല്ലാഹു നമ്മളെ കഷ്ടപ്പെടുത്താതിരിക്കട്ടെ. ഒരാളുടെ മുമ്പിലും അല്ലാഹു ദുന്യാവിലും ആഖിറത്തിലും നമ്മളെ വശലാക്കാതിരിക്കട്ടെ. നമ്മളെ മക്കളൊക്കെ അവന് ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളായ അടിമകളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال حمدا يوافي نعمه ويكافئ مزيدا
اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القضاء به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. റഹ്മാനുർ റഹീമായ രാജ സയ്യിദായ അല്ലാഹുവേ, ഞങ്ങളുടെ പരിശുദ്ധ മജ്ലിസ് കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയതും പറഞ്ഞതും നീ സാലിഹായ അമലായി കബൂലാക്കണേ റഹ്മാനെ. പരിശുദ്ധമായ ബദരീങ്ങളുടെ പേര് പറഞ്ഞത് കബൂലാക്കണേ റഹ്മാനെ. എല്ലാ സാലിഹായ അമലുകളും കബൂലാക്കണേ റഹ്മാനെ. ഈ മജ്ലിസിൻ്റെ ഞങ്ങൾ പറഞ്ഞതിൻ്റെയും ചൊല്ലിയതിൻ്റെയും മിസ്ലി സവാബിനെ ഹബീബായ റസൂലുള്ളാഹിൻ്റെ റൗളയിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മുഴുവൻ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങൾ, മശായിഖന്മാരുടെ അർവാഹുകളിലേക്ക് എത്തിക്കണേ റഹ്മാനെ. മഹാന്മാരായ ബദരീങ്ങളുടെ അർവാഹുകളിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അവരുടെ തിരുനോട്ടം ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ജീവിതത്തിലും മക്കളിലും ഭാര്യയിലും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. മരണം വരെ ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈമാനിന് ശക്തി നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ഹലാലും ഖൈറുമായ ഉദ്ദേശങ്ങളും ഹാസിലാക്കണേ അല്ലാഹ്. എല്ലാ മുറാദുകളും ഹാസിലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെയും രോഗികൾക്ക് പരിപൂർണ ശിഫാ നൽകണേ റഹ്മാനെ. മാരകമായ രോഗങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കണേ റഹ്മാനെ. ലക്ഷങ്ങൾ മുടക്കിയാലും മാറാത്ത മാറാവ്യാധികളെ തൊട്ട് കാത്തിരക്ഷിക്കണേ റഹ്മാനെ. കീറി മുറിക്കേണ്ടുന്ന ആക്സിഡന്റ് പോലോത്ത അപകട മരണങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കണേ റഹ്മാനെ. ആഖിബത്ത് നന്നാക്കണേ റഹ്മാനെ. മരിക്കൽ ഖൈറാകുന്ന സമയത്ത് ഈമാനോടുകൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹബീബിൻ്റെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. ഹബീബിൻ്റെ ജിവാറിലായി സ്വർഗത്തിൽ ഞങ്ങളുടെ കുടുംബ സമേതം ഒരുമിപ്പിക്കണേ റഹ്മാനെ. ഈ മജ്ലിസിൻ്റെ മിസ്ലി സവാബിനെ ഞങ്ങളുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മറപെട്ട് കിടക്കുന്ന കബറാളികളിലേക്ക് എത്തിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഭാര്യ, സന്താനങ്ങൾ, ഉസ്താദുമാരുടെ അർവാഹുകളിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഖബർ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. ആശ്വാസമുള്ള, സന്തോഷമുള്ള, കുളിരുള്ള ഖബർ നൽകണേ റഹ്മാനെ. ഖബറിൻ്റെ അദാബിനെ തൊട്ട് അവരെയും ഞങ്ങളെയും കാത്തിരക്ഷിക്കണേ അല്ലാഹ്. നരക അദാബിനെ തൊട്ട് കാത്തിരക്ഷിക്കണേ റഹ്മാനെ. നിന്റെ സ്വർഗം ഔദാര്യമായി നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ വിട്ടുപുറത്തു മാഫാക്കണേ റഹ്മാനെ. ബാക്കിയുള്ള ജീവിതത്തിൽ നിനക്ക് ത്വഅത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. ഇന്ന് വരെ ഞങ്ങൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും കബൂലാക്കണേ റഹ്മാനെ. അതിൻ്റെ പ്രതിഫലം ഞങ്ങളുടെ മഹ്ശറ സ്വൻസഭയിൽ ഞങ്ങൾ ആരാരുമില്ലാതെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഹബീബിൻ്റെ ശഫാഅത്ത് നൽകണേ റഹ്മാനെ. ദീനിനെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ലവരായ നാട്ടുകാരുണ്ട് റഹ്മാനെ. ഈ നാട്ടിലും ഞങ്ങളുടെ ദർസിനും ദീനീ സ്ഥാപനങ്ങൾക്കും ഒരുപാട് ഖിദ്മത്ത് ചെയ്യുന്ന, സഹായിക്കുന്ന, സഹകരിക്കുന്നവരുണ്ട്. പാവപ്പെട്ട മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന സഹോദര സഹോദരിമാര്, അവർക്ക് വസ്ത്രം നൽകുന്ന സഹോദരിമാര്, എല്ലാവരെയും നീ കബൂലാക്കണേ റഹ്മാനെ. എല്ലാ സഹായങ്ങളും നൽകുന്ന ഞങ്ങളുടെ കമ്മിറ്റി ഭാരവാഹികളെ കബൂലാക്കണേ റഹ്മാനെ. അവരുടെ ഖിദ്മത്ത് കബൂലാക്കണേ റഹ്മാനെ. ജോലിയിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഖൈറിൻ്റെ അഹ്ലികാരിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളുടെ മദ്രസ, ദീനീ സ്ഥാപനങ്ങൾ, പള്ളി പോലോത്തവരെ സഹായിക്കുന്നതിനെ നീ സഹായിക്കണേ റഹ്മാനെ. അവരെ കബൂലാക്കണേ റഹ്മാനെ. ജോലിയിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. ആഫത്ത് മുസീബത്തുകളെ തൊട്ട് കാത്തിരക്ഷിക്കണേ റഹ്മാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده فرقا معصوما
ولا تجعل فينا ولا منا ولا معنا شقيا ولا مترودا ولا محروما. ربنا آتنا فتنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير سيدنا محمد وعلى آله وصحبه. سبحان ربك رب العزة عما يصفون الحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.